So, good morning, students. Good morning, sir. Okay. കേൾക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കെമിക്കൽ കൺട്രോൾ ആൻഡ് ഇന്റഗ്രേഷൻ അതായത് എടുത്തുകൊണ്ടിരുന്നത് അല്ലേ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെച്ചു. അപ്പോൾ അതിന്റെ തന്നെ കണ്ടിന്യൂഷൻ. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞു നിർത്തിയിരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ രണ്ട് ഗ്ലാൻഡ്സ് ആയിരുന്നു പറഞ്ഞത്. ഒന്ന് ഹൈപ്പോതലാമസ് പറഞ്ഞു അല്ലെ, രണ്ടാമത്തെ ആള് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. അപ്പോൾ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന് 3 ലോബ് ഉണ്ട്. അങ്ങനെ ലോബിന്റെ ഡിവിഷനും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഓരോ ലോബിലും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണുകളുടെ പേരും പറഞ്ഞു അല്ലെ. അപ്പോൾ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന് അനാട്ടമി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 3 ഡിവിഷൻസ് ആണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ അഡിനോ ഹൈപ്പോഫൈസിസ്, രണ്ടാമത്തെ ആള് ന്യൂറോ ഹൈപ്പോഫൈസിസ്. അതിലെ തന്നെ അഡിനോ ഹൈപ്പോഫൈസിസിനെ വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു അല്ലെ. ഒന്ന് പാർട്സ് ഡിസ്റ്റാലിസ്, രണ്ട് പാർട്സ് ഇന്റർമീഡിയറ്റ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ആള് ന്യൂറോ ഹൈപ്പോഫൈസിസ് അല്ലെ. അപ്പൊ അതിലെ പാർട്സ് ഡിസ്റ്റാലിസിസിനെ നമ്മൾ ആന്റീരിയർ പിറ്റ്യൂട്ടറി എന്ന് പറഞ്ഞു. ന്യൂറോ ഹൈപ്പോഫൈസിസിനെ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി അല്ലെങ്കിൽ പാർട്സ് നെർവോസ എന്നും പറഞ്ഞു അല്ലെ. പിന്നെ അതിന്റെ കീഴിൽ ഓരോ ആൾക്കാരും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസും പറഞ്ഞു. ആന്റീരിയർ പിറ്റ്യൂട്ടറി അല്ലെങ്കിൽ പാർട്സ് ഡിസ്റ്റാലിസിസിൽ ദ പ്രൊഡ്യൂസ് എ ഗ്രൂപ്പ് ഓഫ് ഹോർമോൺസ് അല്ലെ. ഒരു കൂട്ടം ഹോർമോൺസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിൽ ഫസ്റ്റ് വൺ നമ്മൾ ഗ്രോത്ത് ഹോർമോൺ പറഞ്ഞു, രണ്ടാമത്തെ ആള് പ്രോലാക്റ്റിൻ പറഞ്ഞു. അതുവരെയാണ് നമ്മൾ പറഞ്ഞ് നിർത്തിയിരിക്കുക എന്ന് പറയാം ഇല്ലേ. അപ്പൊ ആന്റീരിയർ പിറ്റ്യൂട്ടറി സെക്രീറ്റ് എ ഗ്രൂപ്പ് ഓഫ് ഹോർമോൺസ് ഇല്ലേ. ആന്റീരിയർ പിറ്റ്യൂട്ടറിയിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഒരു കൂട്ടം ഹോർമോൺസ് ആണ് ആന്റീരിയർ പിറ്റ്യൂട്ടറിയിൽ പ്രൊഡ്യൂസ് ചെയ്യുക അല്ലെ. ഒന്നാമത്തെ ആള് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച ഗ്രോത്ത് ഹോർമോൺസ്, രണ്ടാമത്തെ ആള് പ്രോലാക്റ്റിൻ. അത് രണ്ടുമാണ് പറഞ്ഞു നിർത്തിയിരിക്കുന്നത് അല്ലെ. അപ്പം നമ്മൾ പറഞ്ഞു നിർത്തിയിരിക്കുക. സോ ആന്റീരിയർ പിറ്റ്യൂട്ടറി ആയിരുന്നു പറഞ്ഞു നിർത്തിയിരിക്കുക അല്ലേ. സോ ആന്റീരിയർ പിറ്റ്യൂട്ടറി അതിന്റെ മറ്റൊരു പേര് പാർട്സ് ഡിസ്റ്റാലിസ് അല്ലെ. അപ്പൊ അതിലെ ഹോർമോൺസ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഒന്നാമത്തെ ആള് നമ്മൾ ഗ്രോത്ത് ഹോർമോൺ പറഞ്ഞു അല്ലെ. സോ ഫസ്റ്റ് വൺ ഗ്രോത്ത് ഹോർമോൺ നമ്മൾ കംപ്ലീറ്റ് ചെയ്തതാണ്. സെക്കൻഡ് വൺ പ്രോലാക്റ്റിൻ, അതും നമ്മൾ കംപ്ലീറ്റ് ചെയ്തതാണ് അല്ലെ. പ്രോലാക്റ്റിൻ റെഗുലേറ്റ് ദ ഗ്രോത്ത് ഓഫ് മാമറി ഗ്ലാൻഡ് ആൻഡ് സ്റ്റിമുലേറ്റ് പ്രൊഡക്ഷൻ ഓഫ് മിൽക്ക് ഇൻ ദം. അതുവരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയിരിക്കുക എന്ന് പറയാം അല്ലെ. ഇനി മൂന്നാമത്തെ ആള് ദാറ്റ് ഈസ് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺസ് ഓർ TSH ഇല്ലേ. അപ്പൊ നമുക്ക് ഇനി പഠിക്കാനായിട്ടുള്ള മൂന്നാമത്തെ വ്യക്തിയാണ് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ or TSH അല്ലെ. അപ്പൊ പേരിൽ തന്നെ ഉണ്ട് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ്. അപ്പം ദിസ് ഹോർമോൺ വിൽ ആക്ട്സ് അപ്പോൺ തൈറോയിഡ് ഗ്ലാൻഡ് അല്ലെ. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്ന് ഈ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ദേ വിൽ ഡയറക്ട്ലി ആക്ട്സ് അപ്പോൺ ദി തൈറോയിഡ് ഗ്ലാൻഡ് അല്ലെ. ഇവർ നേരെ പോയി നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡിലേക്ക് ആക്ട് ചെയ്യും and stimulate the synthesis and secretion of thyroid hormones from that gland അല്ലെ. അപ്പം തൈറോയിഡ് ഗ്ലാൻഡിൽ ആക്ട് ചെയ്തിട്ട് തൈറോയിഡ് ഗ്ലാൻഡിൽ നിന്നും അതിന്റെ ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്ന ആൾക്കാരാണ് ആരാന്ന് പറയാം, തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. പേരിൽ തന്നെ ഉണ്ട് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ്. ഇറ്റ് സ്റ്റിമുലേറ്റ് ദ തൈറോയിഡ് ഗ്ലാൻഡ് അല്ലെ. തൈറോയിഡ് ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയാണ്. എന്തോതിനു വേണ്ടി? ടു പ്രൊഡ്യൂസ് ദി തൈറോയിഡ് ഹോർമോൺസ് അല്ലെ. തൈറോയിഡ് ഹോർമോൺസ് നമ്മൾ ഏതൊക്കെയാന്നുള്ളത് ഇനി അങ്ങോട്ട് പഠിക്കും അല്ലെ. അപ്പം തൈറോയിഡ് ഗ്ലാൻഡിൽ നിന്ന് തൈറോയിഡ് ഹോർമോൺസിന്റെ പ്രൊഡക്ഷന് സഹായിക്കുന്ന ആൾക്കാരാണ് ആക്ച്വലി ആരാന്ന് പറയാം, തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്ന് പറയാം അല്ലെ. അപ്പൊ ഇതിന്റെയും ഫംഗ്ഷൻ ഒരു സെന്റൻസിൽ അറിഞ്ഞിരിക്കുക. അപ്പൊ പേരിൽ നിന്ന് തന്നെ നമുക്ക് എഴുതാൻ പറ്റുന്ന ഫംഗ്ഷൻ ആണ് അല്ലെ. സോ ദേ സ്റ്റിമുലേറ്റ് ദ സിന്തസിസ് ആൻഡ് സെക്രീഷൻ ഓഫ് തൈറോയിഡ് ഹോർമോൺസ് അല്ലെ. സോ ദേ stimulate
അല്ലെ, ദ സിന്തസിസ് ആൻഡ് സെക്രീഷൻ ഓഫ് ആരാണ്? തൈറോയിഡ് ഹോർമോൺസ് ഫ്രം തൈറോയിഡ് ഗ്ലാൻഡ്. അല്ലെ, അപ്പൊ നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡിലേക്ക് ആക്ട് ചെയ്ത് തൈറോയിഡ് ഗ്ലാൻഡിൽ നിന്നും ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യിക്കാൻ സഹായിക്കുന്ന ആൾക്കാരാണ് ആരാന്ന് പറയാ? തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺസ് എന്ന് പറയാം അല്ലെ. സോ ദേ സ്റ്റിമുലേറ്റ് ദ സിന്തസിസ് ആൻഡ് സെക്രീഷൻസ് ഓഫ് തൈറോയിഡ് ഹോർമോൺസ് ഫ്രം തൈറോയിഡ് ഗ്ലാൻഡ്. അപ്പം മൂന്നാമത്തെ ആളായി തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ഇതെല്ലാം പേരിൽ തന്നെ എഴുതാൻ പറ്റും, തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് അല്ലെ. തൈറോയിഡ് ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. എന്തോന്നിനു വേണ്ടി? തൈറോയിഡ് ഗ്ലാൻഡിൽ നിന്നും അതിന്റെ ഹോർമോൺസ്, തൈറോയിഡ് ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി അല്ലെ. അപ്പൊ തൈറോയിഡ് ഹോർമോൺസ് ഏതൊക്കെയാന്നുള്ളത് നമ്മൾ വീണ്ടും പഠിക്കും, തൈറോയിഡ് ഗ്ലാൻഡിൽ പഠിക്കും അല്ലെ. ഇനി നാലാമത്തെ ആള്, അടുത്ത പേര് വലിപ്പം ഉള്ളെന്നുള്ളതേ ഉള്ളൂ, അഡ്രിനോ കോർട്ടിക്കോ ട്രോപ്പിക് ഹോർമോൺ. adrenocorticotropic hormone or ACTH. ഇല്ലേ, അത് നമുക്ക് പേര് തന്നെ എഴുതാം. അഡ്രിനോ മീൻസ് അഡ്രിനൽ ഗ്ലാൻഡ് അല്ലെ. കോർട്ടിക്കോ മീൻസ് കോർട്ടെക്സ്. അഡ്രിനൽ ഗ്ലാൻഡിലെ കോർട്ടെക്സിലേക്ക് ആക്ട് ചെയ്യും. എന്നിട്ട് ആ കോർട്ടെക്സിൽ നിന്നും കുറച്ച് ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്ന ആൾക്കാരാണ് ആരാന്ന് പറയാം? അഡ്രിനോ കോർട്ടിക്കോ ട്രോപ്പിക് ഹോർമോൺ എന്ന് പറയാം അല്ലെ. അപ്പൊ പേരിൽ തന്നെ ഉണ്ട്, അഗൈൻ ദിസ് വൺ ആക്ട്സ് അപ്പോൺ ദി കോർട്ടെക്സ് ഓഫ് ദി അഡ്രിനൽ ഗ്ലാൻഡ് അല്ലെ. അഡ്രിനൽ ഗ്ലാൻഡ് കോർട്ടെക്സിലേക്ക് ആക്ട് ചെയ്യും ആൻഡ് സ്റ്റിമുലേറ്റ് സിന്തസിസ് ആൻഡ് സെക്രീഷൻ ഓഫ് certain hormones called glucocorticoids. അല്ലെ. So these hormones acts upon, പേരിൽ തന്നെ നമുക്ക് എഴുതാൻ പറ്റുന്നതാണ്. These hormones അല്ലെ, these hormone act upon, പേരിൽ തന്നെ എഴുതാം, അഡ്രിനോ കോർട്ടിക്കോ അല്ലെ, കോർട്ടെക്സ് ഓഫ് ദി അഡ്രിനൽ ഗ്ലാൻഡ്. ഈ അഡ്രിനൽ ഗ്ലാൻഡിന്റെ കോർട്ടെക്സ് ഒക്കെ നമുക്ക് ഇനി അടുത്ത് പഠിക്കാനുണ്ട്. അടുത്ത് അത് തന്നെയാണ് പറയാ, ഓർത്തിരുന്നാൽ മതി. സോ ദീസ് ഹോർമോൺ ദേ വിൽ ആക്ട് അപ്പോൺ ദി കോർട്ടെക്സ് ഓഫ് ദി അഡ്രിനൽ ഗ്ലാൻഡ് അല്ലെ. അഡ്രിനൽ ഗ്ലാൻഡിന്റെ കോർട്ടെക്സിലേക്ക് ആക്ട് ചെയ്തു ആൻഡ് സ്റ്റിമുലേറ്റ് ദ സിന്തസിസ് ആൻഡ് സെക്രീഷൻ ഓഫ് the synthesis and secretion of, ഇല്ല, അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ഒരു പ്രത്യേകതയുണ്ട്, സ്റ്റീറോയിഡ് ആണ്. ആ സ്റ്റീറോയിഡ് എന്താന്നുള്ളത് നമ്മൾ ബയോമോളിക്യൂൾ പഠിക്കുമ്പോൾ അവിടെ പറയും കേട്ടല്ലോ. സോ ഹിയർ ദേ സ്റ്റിമുലേറ്റ് ദ സിന്തസിസ് ആൻഡ് സെക്രീഷൻ ഓഫ് steroid hormones called glucocorticoids. Secretion of steroid hormones അല്ലെ, called glucocorticoids അല്ലെ. അപ്പൊ ഈ സ്റ്റീറോയിഡ് എന്താന്നുള്ളത് നമ്മൾ പിന്നീട് പഠിക്കും. അതിന്റെ കെമിക്കൽ നേച്ചർ വെച്ചിട്ടാണ് നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്യുക അല്ലെ. അപ്പൊ അത് പിന്നീട് പഠിക്കും. അപ്പം നമ്മൾ അടുത്തയാളായി അഡ്രിനോ കോർട്ടിക്കോട്രോപിക് ഹോർമോൺ അല്ലെ, അതും നമുക്ക് പേരിൽ തന്നെ എഴുതാം. ദിസ് ഗ്ലാൻഡ് വിൽ ആക്ട് അപ്പോൺ ദി കോർട്ടെക്സ് ഓഫ് ദി അഡ്രിനൽ ഗ്ലാൻഡ് അല്ലെ. അപ്പൊ ഈ ഹോർമോൺസ് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇയാൾ നേരെ നമ്മുടെ അഡ്രിനൽ ഗ്ലാൻഡിന്റെ കോർട്ടെക്സിലേക്ക് ആക്ട് ചെയ്യും അല്ലെ. ആൻഡ് സ്റ്റിമുലേറ്റ് ദ സിന്തസിസ് ആൻഡ് സെക്രീഷൻ ഓഫ് സ്റ്റീറോയിഡ് ഹോർമോൺസ് അല്ലെ. അപ്പൊ അവിടെ നിന്നും സ്റ്റീറോയിഡ് ഹോർമോൺസിന്റെ സെക്രീഷന് സഹായിക്കുകയാണ് ചെയ്യുന്നത്. ദാറ്റ് സ്റ്റീറോയിഡ് ഹോർമോൺസ് ആർ കോൾഡ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് അല്ലെ. അപ്പൊ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് ഏതാണ്, അതിന്റെ എക്സാമ്പിൾ ഏതാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അടുത്ത പറയാൻ പോകുന്നത് അതാണ്. അപ്പൊ അതിലേക്ക് പറയും. അപ്പൊ ഇപ്പം ഓർത്തിരുന്നാൽ മതി ഇല്ലേ. അപ്പൊ ഇങ്ങനെ അഡ്രിനോ കോർട്ടിക്കോട്രോപിക് ഹോർമോൺസ് എന്ന് കേട്ട് കഴിഞ്ഞാൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ് അല്ലെ. പ്രൊഡ്യൂസ്ഡ് ബൈ ദി ആരാണ്? ആന്റീരിയർ പിറ്റ്യൂട്ടറി ഓർ പാർസ് ഡിസ്റ്റാലിസ്. അതിന്റെ ഫംഗ്ഷൻ എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കുക അല്ലെ. സോ ദേ ആക്ട്സ് അപ്പോൺ ദി കോർട്ടെക്സ് ഓഫ് ദി അഡ്രിനൽ ഗ്ലാൻഡ് ആൻഡ് സ്റ്റിമുലേറ്റ് ദ സിന്തസിസ് ആൻഡ് സെക്രീഷൻ ഓഫ് സ്റ്റീറോയിഡ് ഹോർമോൺസ് കോൾഡ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ്. ഇനി നമ്മൾ രണ്ട് ഹോർമോൺസിനും കൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, അഞ്ചാമത്തെയും ആറാമത്തെ ആണ്. സോ ലൂട്ടിനൈസിങ് ഹോർമോൺ ആൻഡ് ഫോളിക്കുലാർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, അത് രണ്ടിന്റെയും ഫംഗ്ഷൻ നമ്മൾ ഒരുമിച്ചാണ് പഠിക്കുക.
ഇല്ലേ? സോ ഫിഫ്ത് വൺ, ലൂട്ടിനൈസിങ് ഹോർമോൺ, or commonly termed as the LH. അല്ലേ? പിന്നെ ആറാമത്തെ ആള് ഫോളിക്കുലാർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ഇല്ലേ? ഓർ FSH. അപ്പൊ ഇവർ രണ്ടുപേരും നമ്മൾ ഒരുമിച്ച് പഠിക്കുന്നതിന് ഒരു കാരണമുണ്ട്. ഇവർക്ക് കോമൺ ആയിട്ട് ഒരു ആക്ടിവിറ്റി ആണ്, അല്ലെ? സോ ബോത്ത് ഓഫ് ദീസ് ഹോർമോൺസ്, രണ്ടുപേരും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദേ വിൽ ആക്ട്സ് അപ്പോൺ ദി റീപ്രൊഡക്റ്റീവ് ഓർഗാൻസ്. അത് മെയിൽസ് ആണെങ്കിലും ഫീമെയിൽസ് ആണെങ്കിലും രണ്ടുപേരിലും ഇവർ ഒരേ ജോലിയിലാണ് ഏർപ്പെടുക, അല്ലെ? റീപ്രൊഡക്റ്റീവ് ഓർഗാൻസിലേക്കാണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ റീപ്രൊഡക്റ്റീവ് ഓർഗാൻസിന്റെ നമ്മൾ മറ്റൊരു പേരുണ്ട്, ഗൊണാഡ്സ് എന്നാണ് റീപ്രൊഡക്റ്റീവ് ഓർഗാൻസിനെ അറിയപ്പെടുന്നത്, അല്ലെ? അപ്പൊ ഗൊണാഡ്സിലേക്ക് ഇവർ ആക്ട് ചെയ്യുന്നത് കൊണ്ട് ദേ ആർ commonly termed as the gonadotropins, അല്ലേ? അപ്പം ലൂട്ടിനൈസിങ് ഹോർമോണും ഫോളിക്കുലാർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ രണ്ടുപേർക്കും ആക്ട് ചെയ്യുന്നത് എവിടെയാണ്? റീപ്രൊഡക്റ്റീവ് ഓർഗാൻസ് അല്ലെങ്കിൽ ഗൊണാഡ്സ്. മെയിൽസിലാണെങ്കിൽ ടെസ്റ്റിസ്, ഫീമെയിൽസിലാണെങ്കിൽ ഓവറി. അവിടേക്കാണ് ഇവർ രണ്ടുപേരും ആക്ട് ചെയ്യുന്നത്. അപ്പൊ ഇവർ രണ്ടുപേരും ഇതിലേക്ക് ആക്ട് ചെയ്യുന്നത് കൊണ്ട് ഇവരെ നമ്മൾ സാധാരണ വിളിക്കുന്ന പേരാണ് എന്ത് പറയാം? ഗൊണാഡോട്രോപിൻസ്. അപ്പം ഗൊണാഡോട്രോപിൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരൊക്കെ എന്നുള്ളത് അറിഞ്ഞിരിക്കുക, അല്ലെ? So gonadotropins include luteinizing hormone and follicular stimulating hormone. ഇനി these gonadotropins are secreted by, ഇല്ലേ? ഗൊണാഡോട്രോപിൻസിനെ സെക്രീറ്റ് ചെയ്യുന്നയാള് ആന്റീരിയർ പിറ്റ്യൂട്ടറി, അല്ലെങ്കിൽ ആരാന്ന് പറയാം? പാർസ് ഡിസ്റ്റാലിസ് എന്ന് പറയാം, ഇല്ലേ? സോ അപ്പൊ നെക്സ്റ്റ് വൺ, ദാറ്റ് ഈസ് ലൂട്ടിനൈസിങ് ഹോർമോൺ ആൻഡ് ഫോളിക്കുലാർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ഇല്ലേ? സോ ബോത്ത് luteinizing hormone and follicular stimulating hormone, അല്ലെ? They acts upon reproductive organs or gonads, അല്ലെ? അപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും പൊതുവായിട്ടുള്ള ജോലിയാണ് stimulate gonadal activity. So both luteinizing hormone and follicular stimulating hormone, they stimulate gonadal activity. Gonadal activity means that is എന്താണ്? They acts upon reproductive organs. അല്ലെ? ഇപ്പൊ രണ്ടുപേരും ചെയ്യുന്ന ഒരേ ജോലിയാണ്. They acts upon reproductive organs, അല്ലെ? Such as ഏതൊക്കെയാണ്? മെയിൽസ് ആണെങ്കിൽ ടെസ്റ്റിസും, അല്ലെ? ഫീമെയിൽസ് ആണെങ്കിൽ ആരും എന്ന് പറയാം? ഓവറി ആണെന്ന് പറയാം. അപ്പൊ അതാണ് ഗൊണാഡൽ ആക്ടിവിറ്റി എന്ന് പറയാം, അല്ലെ? സോ ബോത്ത് ലൂട്ടിനൈസിങ് ഹോർമോൺ ആൻഡ് ഫോളിക്കുലാർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, they stimulate gonadal activity, means they acts upon the reproductive organs such as testis and ovary, അല്ലെ? And so they are called as gonadotropins. അല്ലെ? അപ്പൊ അത് കാരണം ഇവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത് പറയാം? ഗൊണാഡോട്രോപിൻസ് എന്ന് പറയാം. അപ്പൊ ഗൊണാഡോട്രോപിൻസ് എന്ന് കേട്ട് കഴിഞ്ഞാൽ ആരൊക്കെയാണ്? ഗൊണാഡോട്രോപിൻസ് ഇൻക്ലൂഡ് ലൂട്ടിനൈസിങ് ഹോർമോൺ ആൻഡ് ഫോളിക്കുലാർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, അല്ലെ? ഗൊണാഡോട്രോപിൻസ് എന്ന് പറയുന്നത് ലൂട്ടിനൈസിങ് ഹോർമോണും ഫോളിക്കുലാർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണും ആണ്, അല്ലെ? ഇനി both of them are secreted by anterior pituitary or pars distalis, അല്ലെ? ഇനി ഇതിന്റെ ജോലി നമ്മൾ പറഞ്ഞു, they acts upon the reproductive organs, so they are called ഗൊണാഡോട്രോപിൻസ്, അല്ലെ? അപ്പൊ റീപ്രൊഡക്റ്റീവ് ഓർഗാൻസിലേക്കാണ് ആക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പൊ അവർക്ക് സ്പെസിഫിക് ആയിട്ട് ഇപ്പൊ മെയിൽസിലാണെങ്കിൽ അതിനൊരു പ്രത്യേക ജോലിയായിരിക്കും, ഫീമെയിൽസിലാണെങ്കിൽ വേറൊരു ജോലിയായിരിക്കും, അല്ലെ? അപ്പൊ മെയിൽസിലും ഫീമെയിൽസിലും ഈ രണ്ട് ഹോർമോൺസും എന്ത് ജോലിയാണ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ആദ്യം പഠിക്കുക, അല്ലെ? സോ ലൂട്ടിനൈസിങ് ഹോർമോണും ഫോളിക്കുലാർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺസും മെയിൽസിൽ എന്ത് ചെയ്യുന്നു, അല്ലെ? അതേപോലെ അത് ഫീമെയിൽസിൽ എന്താണ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ മെയിൽസിൽ റീപ്രൊഡക്റ്റീവ് ഓർഗാൻസിലേക്ക് ആക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അണ്ടർസ്റ്റുഡ് ആണ്, ദേ ഹാവ് സംതിങ് റിലേറ്റഡ് വിത്ത് ദ ഫോർമേഷൻ ഓഫ് മെയിൽ ഗമീറ്റ്സ്, അല്ലെ? മെയിൽ ഗമീറ്റ്സിന്റെ ഫോർമേഷനുമായി എന്തോ ഒരു ബന്ധം അവർക്ക് ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ അത് എന്താന്നുള്ളത് മാത്രം ഓരോ സെന്റൻസിൽ അറിഞ്ഞിരിക്കുക എന്നുള്ളതേ ഉള്ളൂ.
ഇല്ലേ? സോ ഇൻ മെയിൽസ് this luteinizing hormone stimulate the synthesis and secretion of another hormone called അല്ലെ മെയിൽസിന്റെ റീപ്രൊഡക്റ്റീവ് ഓർഗാൻസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോർമോൺ ഉണ്ട് അല്ലെ, മെയിൽസിന്റെ മാത്രമായിട്ടുള്ള ഹോർമോൺ, ദാറ്റ് ഈസ് ദി ടെസ്റ്റോസ്റ്റിറോൺ അല്ലെ, അല്ലെങ്കിൽ ആൻഡ്രോജൻസ്, ഒരു ഗ്രൂപ്പ് മെയിൽ സെക്സ് ഹോർമോൺസ് ഉണ്ട്, അതിനെയാണ് അല്ലെ. സോ ഇൻ മെയിൽസ് ദ ലൂട്ടിനൈസിംഗ് ഹോർമോൺ സ്റ്റിമുലേറ്റ് ദ സിന്തസിസ് ആൻഡ് സെക്രീഷൻ ഓഫ് ഹോർമോൺസ് കോൾഡ് ആൻഡ്രോജൻസ് ഇല്ലേ, which are male sex hormones. അല്ലെ, അപ്പൊ ഈ ആൻഡ്രോജൻസ് എന്ന് പറയുന്നത് ആക്ച്വലി ആരാന്ന് പറയാം, മെയിൽ സെക്സ് ഹോർമോൺസ് ആണെന്ന് പറയാം അല്ലെ. അപ്പൊ ഒന്നാമത്തെ ആളായി ലൂട്ടിനൈസിംഗ് ഹോർമോണിന് മെയിൽസിൽ എന്ത് ജോലിയാണ് ചെയ്യുക അല്ലെ. സോ ഇൻ മെയിൽസ് ദ ലൂട്ടിനൈസിംഗ് ഹോർമോൺ സ്റ്റിമുലേറ്റ് ദ സിന്തസിസ് ആൻഡ് സെക്രീഷൻ ഓഫ് ഹോർമോൺ കോൾഡ് ആൻഡ്രോജൻസ് ഇല്ലെ. ഒരു കൂട്ടം ഹോർമോണുകളാണ്, അതാണ് ഹോർമോൺസ് എന്നും ആൻഡ്രോജൻസ് എന്നും പറയാം. ആ ആൻഡ്രോജൻസിന് ഒരു എക്സാമ്പിൾ ആണ് നമ്മുടെ ടെസ്റ്റോസ്റ്റിറോൺ, നമ്മൾ പ്രധാനമായും മെയിൽസിൽ പഠിക്കുന്ന ഹോർമോൺ ഇല്ല. അപ്പൊ ഇപ്പൊ ടെസ്റ്റിസിന്റെ ഉള്ളില് സോ സ്റ്റിമുലേറ്റ് ദ സിന്തസിസ് ആൻഡ് സെക്രീഷൻ ഓഫ് മെയിൽ സെക്സ് ഹോർമോൺസ് കോൾഡ് ആൻഡ്രോജൻസ് ഫ്രം എവിടെയാണ്, മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗാൻ, ദാറ്റ് ഈസ് ടെസ്റ്റിസ്. അല്ലെ, അപ്പൊ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗാൻ ആയ ടെസ്റ്റിസിന്റെ ഉള്ളിൽ നിന്നാണ് ആരെ പ്രൊഡ്യൂസ് ചെയ്യുക, ഈ ആൻഡ്രോജൻസിനെ പ്രൊഡ്യൂസ് ചെയ്യുക അല്ലെ. അപ്പൊ ടെസ്റ്റിസിനകത്ത് ഇപ്പൊ ആര് ഫോം ചെയ്ത് കഴിഞ്ഞു, ആൻഡ്രോജൻസ് ഫോം ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചിരിക്കുന്ന ഇതിന്റെ രണ്ടാമത്തെ ആളുണ്ട്, ഫോളിക്കുലാർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ഇല്ലേ. അപ്പൊ നമ്മുടെ ഈ ടെസ്റ്റിസിനകത്ത് ഇപ്പം ഫോം ചെയ്ത ആൻഡ്രോജൻസും രണ്ടാമത്തെ ആളായ ഫോളിക്കുലാർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, ദേ റെഗുലേറ്റ് സ്പെർമറ്റോജെനിസിസ് ഇല്ലേ. അവർ രണ്ടുപേരും കൂടെ ചേർന്നാണ് സ്പേം ഫോർമേഷന് സഹായിക്കുക എന്ന് പറയാം ഇല്ലേ. അപ്പൊ അടുത്ത ആളായി ഇല്ലേ, ഫോളിക്കുലാർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണും നമ്മുടെ ആൻഡ്രോജൻസും കൂടെ ചേർന്ന്. സോ നെക്സ്റ്റ് വൺ ഇല്ലേ. അപ്പൊ ഇൻ മെയിൽസ് നമ്മൾ നേരത്തെ പറഞ്ഞു വച്ചിരിക്കുന്ന ഫോളിക്കുലാർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ അല്ലെ, ഇപ്പം ഫോം ചെയ്ത ആൻഡ്രോജൻസ്. സോ ഇൻ മെയിൽസ് ദ ഫോളിക്കുലാർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആൻഡ് ആൻഡ്രോജൻസ് regulate a process called spermatogenesis. അല്ലെ, ഈ രണ്ട് ഹോർമോണുകളുമാണ് സ്പേം ഫോർമേഷന് സഹായിക്കുന്നത് അല്ലെ. സ്പെർമറ്റോജെനിസിസ്, സ്പെർമറ്റോജെനിസിസ് മീൻസ് ദാറ്റ് ഈസ് the process of formation of sperms inside the testis. ഇല്ലേ, അപ്പൊ ടെസ്റ്റിസിനകത്ത് സ്പേം ഫോം ചെയ്യുന്നതാണ്. അപ്പൊ ഇവിടെ ഓർത്തോളണം, നമ്മൾ ഇനി അടുത്ത് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ പഠിക്കാൻ നേരത്ത് അവിടെ നമ്മൾ ലൂട്ടിനൈസിങ് ഹോർമോണും ഫോളിക്കുലാർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണും ഉണ്ട് അല്ലെ. അപ്പൊ അവിടെ നമ്മൾ അത് ആരുടെ മാത്രമേ പഠിക്കത്തുള്ളൂ, നമ്മുടെ ഫീമെയിൽസിൽ മാത്രമുള്ള റോള് മാത്രമാണ് അവിടെ പഠിക്കുക. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യനിൽ നോക്കുമ്പോൾ മെയിൽസിൽ ഈ പറയുന്ന ഹോർമോൺസ് ഇല്ല എന്നുള്ളതായിരിക്കും നമ്മുടെ ധാരണ. അങ്ങനെയല്ല, മെയിൽസ് ആണെങ്കിലും ഫീമെയിൽസ് ആണെങ്കിലും രണ്ടാൾക്കാരും ഉണ്ട്. ലൂട്ടിനൈസിങ് ഹോർമോണും ഫോളിക്കുലാർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണും മെയിൽസിലും ഉണ്ട് ഫീമെയിൽസിലും ഉണ്ട് അല്ലെ. അതില് മെയിൽസിലാണെന്നുണ്ടെങ്കിൽ ലൂട്ടിനൈസിങ് ഹോർമോൺ ഉണ്ടെങ്കിൽ മാത്രമേ അടുത്ത ഒരു ഹോർമോണായ ആൻഡ്രോജൻസ് പ്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ. ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൻഡ്രോജൻസും ഫോളിക്കുലാർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ രണ്ടുപേരും കൂടെ ആക്ട് ചെയ്താണ് ആരായി മാറുന്നത്, സ്പേം ഫോർമേഷന് സഹായിക്കുക എന്ന് പറയാം അല്ലെ. അപ്പൊ ഓർത്തിരിക്കുക, ഇൻ മെയിൽസ് ദ ഫോളിക്കുലാർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺസ് ആൻഡ് ആൻഡ്രോജൻസ് ദേ റെഗുലേറ്റ് സ്പെർമറ്റോജെനിസിസ്. അത് നമുക്ക് അവിടെ പഠിക്കാനും ഉണ്ട്. റെഗുലേഷൻ ഓഫ് സ്പെർമറ്റോജെനിസിസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്. അപ്പൊ അവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിന്റെ ബാക്കി ആക്ടിവിറ്റീസ് എല്ലാം തന്നെ പറയും. അപ്പൊ ഓർത്തിരിക്കേണ്ട ഇത്രയേ ഉള്ളൂ, രണ്ട് ഹോർമോൺസ് നമ്മൾ ഒരുമിച്ച് പഠിക്കുന്നു. ഒന്ന് ലൂട്ടിനൈസിംഗ് ഹോർമോണും അടുത്ത ആള് ഫോളിക്കുലാർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ഇല്ലേ. ലൂട്ടിനൈസിംഗ് ഹോർമോൺ ആണെങ്കിൽ മെയിൽസിൽ നേരെ ടെസ്റ്റിസിലേക്ക് ആക്ട് ചെയ്ത് ടെസ്റ്റിസിൽ നിന്നും മെയിൽ സെക്സ് ഹോർമോൺസ് ആയ ആൻഡ്രോജൻസിനെ പ്രൊഡ്യൂസ് ചെയ്യാനാണ് സഹായിക്കുക ഇല്ലേ. അപ്പൊ അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൻഡ്രോജൻസും ഫോളിക്കുലാർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ഈ രണ്ടുപേരും കൂടെ കൂടിച്ചേർന്ന് എന്തായി മാറുന്നു എന്നാണ്, സ്പേം ഫോർമേഷന് സഹായിക്കുന്നു അല്ലെ.
സോ അതാണ് മെയിൽസിന്റെ പ്രത്യേകത എന്ന് പറയാം. ഇനി ഇതേ കേസ് തന്നെ ഫീമെയിൽസിൽ നമുക്കറിയാം ഇല്ലേ? ഫീമെയിൽസിലാണെന്നുണ്ടെങ്കിൽ ലൂട്ടനൈസിങ് ഹോർമോണിന് പ്രത്യേകിച്ച് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ജോലി തന്നെയുണ്ട് ഇല്ലേ? ഇറ്റ് ഇൻഡ്യൂസസ് ഓവുലേഷൻ ഇല്ലേ? ഓവറിയിൽ നിന്നും ഓവം റിലീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആര് കൂടിയേ തീരത്തുള്ളൂ? ലൂട്ടനൈസിങ് ഹോർമോൺ ഫീമെയിൽസിൽ കൂടിയേ തീരത്തുള്ളൂ ഇല്ലേ? രണ്ടാമത്തെ ആൾ ഫോളിക്കുലാർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആണെങ്കിൽ ഓവറിക്കകത്ത് കുഞ്ഞു കുഞ്ഞു സെല്ലുകളുണ്ട് അല്ലെ? ഓവമായി കൺവേർട്ട് ചെയ്യുന്ന സെല്ലുകൾ. ആ കുഞ്ഞു കുഞ്ഞു സെല്ലുകളെയാണ് നമ്മൾ ആരാന്ന് പറയാ? നമ്മുടെ ഫോളിക്കുലാർ സെൽസ് എന്ന് പറയാം അല്ലെ? ആ ഫോളിക്കുലാർ സെൽസ് വളരണമെന്നുണ്ടെങ്കിൽ ആര് കൂടിയേ തീരത്തുള്ളൂ? ഫോളിക്കുലാർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺസ് കൂടിയേ തീരത്തുള്ളൂ അല്ലെ? അപ്പൊ നമ്മൾ ഇനി അടുത്ത് ഫീമെയിൽസ് നോക്കുകയാണ്. ഇൻ ഫീമെയിൽസ് ലൂട്ടിനൈസിങ് ഹോർമോൺ ഇൻഡ്യൂസ് ഓവുലേഷൻ ഇല്ലെ? ഫീമെയിൽസിലാണെന്നുണ്ടെങ്കിൽ ലൂട്ടിനൈസിങ് ഹോർമോൺസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഏത് സംഭവിക്കുക? ഓവുലേഷൻ സംഭവിക്കുക. ഓവുലേഷൻ മീൻസ് റിലീസ് ഓഫ് ഓവം ഫ്രം ദി ഓവറി ഇല്ലെ? ഓവറിയിൽ നിന്നും ഓവം റിലീസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ആരാന്ന് പറയാ? ഓവുലേഷൻ എന്ന് പറയാം. അപ്പൊ ആ ഓവുലേഷന് സഹായിക്കുന്ന ആളാണ് ആരാന്ന് പറയാം? ലൂട്ടിനൈസിങ് ഹോർമോൺസ് എന്ന് പറയാം അല്ലെ? സോ ഇൻ ഫീമെയിൽസ് അല്ലെ, ലൂട്ടിനൈസിങ് ഹോർമോൺ ഇൻഡ്യൂസ് ഓവുലേഷൻ അല്ലെ? ദാറ്റ് ഈസ് ഓവുലേഷൻ ഈസ് എന്താണ്? ഇറ്റ് ഈസ് ദി so it is the release of ആരാണ്? ഓവം അല്ലെ? ഫ്രം ഓവറി അല്ലെ? അപ്പൊ ഓവറിയിൽ നിന്നും ഓവം റിലീസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ശരിക്കും ആരാന്ന് പറയാ? ഓവുലേഷൻ എന്ന് പറയാം. അപ്പൊ ആ ഓവുലേഷന് സഹായിക്കുന്ന ഫീമെയിൽസിലെ ഹോർമോൺസ് ആണ് ആരാന്ന് പറയാ? ലൂട്ടിനൈസിങ് ഹോർമോൺസ് എന്ന് പറയാം. ഇനി രണ്ടാമത് ഇതിന് ഒരു ജോലിയും കൂടെ ഉണ്ട് അല്ലെ? ഇനി ഈ റിലീസ് ഓഫ് ഓവം ഫ്രം ഓവറി എവിടെ നിന്നാണ് റിലീസ് ചെയ്യുന്നതെന്നുള്ള നമ്മൾ ഹ്യൂമൻ റീപ്രൊഡക്ഷനിൽ പഠിക്കും അല്ലെ? ആൻഡ് ഇറ്റ് ഓൾസോ മെയിൻറ്റെയിൻസ്, രണ്ടാമത്തെ വെരി ഇമ്പോർട്ടന്റ് ജോലിയാണ് മെയിൻറ്റെയിൻസ് കോർപ്പസ് ലൂട്ടിയം അല്ലെ? ഫീമെയിൽസിന്റെ ഓവറിക്കുള്ളിൽ കോർപ്പസ് ലൂട്ടിയം ഫോം ചെയ്യാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ അതിനെ നിലനിർത്തുന്ന ഹോർമോണും ആരാന്ന് പറയാം? ലൂട്ടിനൈസിങ് ഹോർമോൺ ആണെന്ന് പറയാം അല്ലെ? അപ്പൊ ഇത് രണ്ടിനെ നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം അടുത്ത ഫോളിക്കുലാർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിലേക്ക് പോകാം. അപ്പൊ ഫീമെയിൽ ഓവറി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓവറി ഈസ് എ കോമ്പാക്ട് സ്ട്രക്ചർ, വളരെ കോമ്പാക്ട് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ് ഇല്ലേ? അപ്പൊ ദിസ് ഇൻസൈഡ് പാർട്ട് ഓഫ് ദി ഓവറി, ഓവറിയുടെ ഉൾഭാഗമുണ്ട് ഇൻസൈഡ് റീജിയൻ അല്ലെ? ദാറ്റ് ഇൻസൈഡ് പോർഷൻ ഈസ് കോൾഡ് സ്ട്രോമ അല്ലെ? The stroma contain numerous cells in different stages of their development. ഈ സ്ട്രോമയ്ക്കകത്ത് നോക്കിക്കഴിഞ്ഞാൽ കുറെ സെല്ലുകളുണ്ട് അല്ലെ? അപ്പൊ ഈ സെല്ലുകളൊക്കെ ഡെവലപ്മെന്റിന്റെ പല സ്റ്റേജിലായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് അല്ലെ? ഒന്ന് ചെറുത്, ഒന്ന് അതിന്റെ വലുത്, അങ്ങനെ ഡെവലപ്മെന്റ് പല സ്റ്റേജിലാണ് നിൽക്കുന്നത്. ആൻഡ് ദീസ് സെൽസ് ആർ കോൾഡ് ഫോളിക്കുലാർ സെൽസ് അല്ലെ? അപ്പൊ ഈ ഓവറിക്കകത്ത് കാണുന്ന കുഞ്ഞു കുഞ്ഞു സെല്ലുകളെയാണ് നമ്മൾ ആരാന്ന് പറയാ? ഫോളിക്കുലാർ സെൽസ് എന്ന് പറയാം അല്ലെ? അപ്പൊ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. Inside part of ovary is called stroma. അല്ലെ? ഓവറിയുടെ ഉൾഭാഗത്തെയാണ് നമ്മൾ ആരാന്ന് പറയാ? സ്ട്രോമ എന്ന് പറയാം. ഇനി സ്ട്രോമ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? which contain numerous cells in different stages of their development. അല്ലെ? അതിനകത്ത് കുറെ സെല്ലുകളുണ്ട്. which contain ഇല്ല, ഒത്തിരി സെല്ലുകളാണ്, ഒന്നോ രണ്ടോ ഒന്നും അല്ല അല്ലെ? ന്യൂമറസ് സെൽസ് ഇൻ ഡിഫറെന്റ് സ്റ്റേജസ് ഓഫ് ദെയർ ഡെവലപ്മെന്റ്. ഡെവലപ്മെന്റിന്റെ പല സ്റ്റേജിലാണ് ഇരിക്കുന്നത്. നമ്മൾ ഫിഗർ നോക്കിയാൽ തന്നെ അറിയാം, എല്ലാവരും ഒരേ കണക്കല്ല. ഒന്ന് ഏറ്റവും ചെറുത്, അതിനെ കാട്ടി വലിപ്പമുള്ള അടുത്ത ആൾ, അങ്ങനെ ഡെവലപ്മെന്റിന്റെ പല സ്റ്റേജിലാണ് ഇരിക്കുന്നത് അല്ലെ? ആൻഡ് ദീസ് സെൽസ് ആർ കോൾഡ് ഫോളിക്കുലാർ സെൽസ്. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന ഈ കുഞ്ഞു കുഞ്ഞു സെല്ലുകളെയാണ് നമ്മൾ ആരാന്ന് പറയാ? ഫോളിക്കുലാർ സെൽസ് എന്ന് പറയാം ഇല്ലേ? ഇനി നമ്മൾ നോക്കുകയാണ്, ഒരാൾ ഏറ്റവും കംപ്ലീറ്റ് ആയിട്ട് വളർന്ന ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക ഇയാൾ ഇല്ലേ? ഇയാൾ വളർന്ന് ഇനി അങ്ങോട്ട് വളരാനേ ഇല്ല, പൂർണ്ണ വളർച്ച എത്തി നിൽക്കുന്നതാണ്. അപ്പൊ ഫുള്ളി മച്ചുവേർഡ് ആയിട്ടുള്ള ഫോളിക്കുലാർ സെല്ലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത് പറയാ? ഗ്രാഫിയൻ ഫോളിക്കിൾ അല്ലെ? എല്ലാരും വളർന്നുകൊണ്ടിരിക്കുകയാണ്, ആരോ ഒരാൾ വളർന്ന് പൂർണ്ണ വളർച്ച എത്തി.
ഇനി അയാൾക്ക് വളരാനേ ഇല്ല അല്ലെ. സോ എ മച്ചുവേർഡ് ഫോളിക്കുലാർ സെൽ ഈസ് കോൾഡ് ഗ്രാഫിയൻ ഫോളിക്കിൾ. അല്ലെ, മച്ചുവേർഡ് ഫോളിക്കുലാർ സെൽ, പൂർണ്ണ വളർച്ച എത്തിയ ഫോളിക്കുലാർ സെൽ ഉണ്ട്, മച്ചുവേർഡ് ഫോളിക്കുലാർ സെൽ അല്ലെ, ഈസ് കോൾഡ് ഗ്രാഫിയൻ ഫോളിക്കിൾ. ഈ ഗ്രാഫിയൻ ഫോളിക്കിന്റെ സ്ട്രക്ചർ ഒക്കെ പഠിക്കാനുണ്ട്, അത് നമ്മൾ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ പഠിക്കുമ്പോൾ പറയും അല്ലെ. അപ്പൊ പൂർണ്ണ വളർച്ച എത്തിയ ഫോളിക്കുലാർ സെല്ലിനെയാണ് നമ്മൾ ഗ്രാഫിയൻ ഫോളിക്കിൾ എന്ന് പറയുക അല്ലെ. അപ്പൊ ആഫ്റ്റർ മച്ചുറേഷൻ, പൂർണ്ണ വളർച്ച എത്തി എന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ ഗ്രാഫിയൻ ഫോളിക്കിൾ എന്ത് ചെയ്യും, റപ്ചർ ചെയ്യും അല്ലെ. അതിന്റെ ഉള്ളിലാണ് നമ്മുടെ ഓവം കാണപ്പെടുന്നത്, ഫീമെയിൽ ഗമീറ്റ് ആയ ഓവം കാണുന്നത്, അതിനെ പുറത്തേക്ക് റിലീസ് അല്ലെ. matured after this it is called a matured follicular cell is called a Graafian follicle that encloses immature ovum ഇല്ലേ. അതിന്റെ ഉള്ളിലാണ് ആര് കാണപ്പെടുക, ഫീമെയിൽ ഗമീറ്റ് ആയ ഓവം കാണപ്പെടുക. പൂർണ്ണ വളർച്ച എത്താത്ത ഓവമാണ് ഇമച്വർ ഓവം അല്ലെ. ഈ ഇമച്വർ എന്ന് പറയുന്നതിനുള്ള കാരണം എന്താന്നുള്ളത് നമ്മൾ പഠിക്കും അല്ലെ. അപ്പൊ ഗ്രാഫിയൻ ഫോളിക്കിളിനകത്ത് ഇമച്വർ ഓവം ഉണ്ട്. സോ ആഫ്റ്റർ മച്ചുറിങ് ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചർ ആൻഡ് റിലീസസ് ഓവം അല്ലെ. അപ്പൊ പൂർണ്ണ വളർച്ച എത്തിക്കഴിഞ്ഞാൽ വൺസ് ഗ്രാഫിയൻ ഫോളിക്കിൾ മച്ചുവേഴ്സ്, പൂർണ്ണ വളർച്ച എത്തി എന്നുള്ള കണ്ടീഷൻ ആയി ഇല്ല, ഇനി അയാൾക്ക് വളരാനേ ഇല്ല. വൺസ് ദ ഗ്രാഫിയൻ ഫോളിക്കിൾ മച്ചുവർ, അയാൾ പൂർണ്ണ വളർച്ച എത്തി ഇല്ലേ. ഇറ്റ് റപ്ചർ, അയാൾ എന്ത് ചെയ്തു, പൊട്ടി അല്ലെ. അപ്പൊ ഇവിടുത്തെ ഈ ഗ്രാഫിയൻ ഫോളിക്കിൾ പൊട്ടി, ഇതിനകത്തിരുന്ന ഇമച്വർ ആയിട്ടുള്ള ഓവം എന്തോന്ന് ചെയ്തു, പുറത്തേക്ക് റിലീസ് ചെയ്തു അല്ലെ. അപ്പൊ ഇമച്വർ ആയിട്ടുള്ള ഓവം പുറത്തേക്ക് ഇതാ റിലീസ് ചെയ്തു പോകും അല്ലെ. ഇതായിരുന്നു ഓവം അല്ലെ. സോ അപ്പൊ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. വൺസ് എ ഗ്രാഫിയൻ ഫോളിക്കിൾ മച്ചുവർ അല്ലെ, ഇറ്റ് റപ്ചേഴ്സ് ആൻഡ് റിലീസസ് ഇമച്വർ ഓവം. അങ്ങനെ പൂർണ്ണ വളർച്ച എത്തിയാത്ത ഓവത്തിനെ റിലീസ് ചെയ്തു അല്ലെ. അപ്പൊ നമ്മൾ പഠിക്കുന്നത് എന്താണ്, റിലീസ് ഓഫ് ഓവം ഫ്രം ഓവറി ഈസ് കോൾഡ് ഓവുലേഷൻ. ഓവറിക്കകത്തിരിക്കുന്ന ആരാണ് റിലീസ് ചെയ്തത്, ഗ്രാഫിയൻ ഫോളിക്കിൾ ആണ് റിലീസ് ചെയ്തത് അല്ലെ. സോ ദിസ് റിലീസ് ഓഫ് ഓവം ഫ്രം ഗ്രാഫിയൻ ഫോളിക്കിൾ ഈസ് കോൾഡ് ഓവുലേഷൻ അല്ലെ. അപ്പൊ അങ്ങനെ ഗ്രാഫിയൻ ഫോളിക്കിളിൽ നിന്ന് അല്ലെ, ദിസ് റിലീസ് ഓഫ് ഓവം ഫ്രം ആരാണ്, ഗ്രാഫിയൻ ഫോളിക്കിൾ അല്ലെ. ഗ്രാഫിയൻ ഫോളിക്കിളിൽ നിന്ന് ഓവത്തിനെ റിലീസ് ചെയ്യുന്നു. സോ ദിസ് റിലീസ് ഓഫ് ഓവം ഫ്രം ഗ്രാഫിയൻ ഫോളിക്കിൾ ഈസ് കോൾഡ് ഓവുലേഷൻ അല്ലെ. അപ്പൊ ഇങ്ങനെ ഗ്രാഫിയൻ ഫോളിക്കിൾ പൊട്ടി അതിൽ നിന്നും ഓവത്തിനെ റിലീസ് ചെയ്ത പ്രോസസ്സിനെയാണ് നമ്മൾ ഓവുലേഷൻ എന്ന് പറയാം. ഈ ഓവുലേഷൻ, അതായത് ഗ്രാഫിയൻ ഫോളിക്കിൾ പൊട്ടി ഓവം റിലീസ് ചെയ്യാൻ സഹായിക്കുന്ന ഹോർമോൺ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആരാന്ന് പറയാം, ലൂട്ടിനൈസിങ് ഹോർമോൺ എന്ന് പറയാം അല്ലെ. ആൻഡ് ദിസ് ഓവുലേഷൻ ഈസ് ഇൻഡ്യൂസ്ഡ് ബൈ ലൂട്ടിനൈസിങ് ഹോർമോൺ അല്ലെ. അപ്പൊ ഇങ്ങനെ ഈ ഓവുലേഷനെ സഹായിക്കുന്ന ആളാണ് ആരാന്ന് പറയാം, ലൂട്ടിനൈസിങ് ഹോർമോൺ എന്ന് പറയാം ഇല്ലേ. ഇനി ഈ റപ്ചർ ചെയ്ത് കിടക്കുന്ന ഈ ഫോളിക്കിൾ ഉണ്ട്, ഗ്രാഫിയൻ ഫോളിക്കിൾ, ഇയാൾ പൊട്ടിക്കിടക്കുകയാണ് അല്ലെ. ഓവൊക്കെ റിലീസ് ചെയ്തതിനു ശേഷം ഇയാൾ വളരാൻ തുടങ്ങും, കൺവേർട്ട് ചെയ്ത് ഒരു ഗ്ലാൻഡുലാർ ടിഷ്യൂ ആയി മാറും. ഇങ്ങനെ ഇരിക്കുന്ന ഒരു സെക്രീഷൻ നടത്താൻ കഴിവുള്ള ഒരു ടിഷ്യൂ ആയി ഇയാൾ വളരാൻ തുടങ്ങും ഇല്ലേ. അപ്പൊ ഈ ടിഷ്യൂവിനെ വിളിക്കുന്ന പേരാണ് കോർപ്പസ് ലൂട്ടിയം ഇല്ലേ. അപ്പൊ അടുത്ത എന്താണ്, ആഫ്റ്റർ ഓവുലേഷൻ ദ റപ്ചേർഡ് ഗ്രാഫിയൻ ഫോളിക്കിൾ ഗെറ്റ് കൺവേർട്ടഡ് ഇൻടു എ ഗ്ലാൻഡുലാർ ടിഷ്യൂ കോൾഡ് കോർപ്പസ് ലൂട്ടിയം അല്ലെ. അപ്പൊ ഓവുലേഷൻ എല്ലാം നടന്നതിന് ശേഷം റപ്ചർ ചെയ്ത ഗ്രാഫിയൻ ഫോളിക്കിൾ ഉണ്ട്, പൊട്ടിയ ഗ്രാഫിയൻ ഫോളിക്കിൾ അല്ലെ, അയാൾ എന്ത് ചെയ്യും, വളരാൻ തുടങ്ങും അല്ലെ. അയാൾ വളർന്ന് ആരായി മാറും, മറ്റൊരു ഗ്ലാൻഡ് ആയി മാറും. അതിനെയാണ് നമ്മൾ കോർപ്പസ് ലൂട്ടിയം എന്ന് പറയാം അല്ലെ. സോ ആഫ്റ്റർ ഓവുലേഷൻ എല്ലാം നടന്നു, ഓവം പുറത്തേക്ക് പോയി അല്ലെ. അപ്പൊ ആഫ്റ്റർ ഓവുലേഷൻ റപ്ചേർഡ് ഫോളിക്കിൾ അല്ലെ, പൊട്ടിയ ഫോളിക്കിൾ ഉണ്ട്, റപ്ചേർഡ് ഫോളിക്കിൾ അല്ലെ, they get converted into a glandular tissue
സെക്രീഷൻ നടത്താൻ കഴിവുള്ള ഒരു ടിഷ്യൂ ആയി മാറി അല്ലെ. ദേ ഗെറ്റ് കൺവേർട്ടഡ് ഇൻടു ഗ്ലാൻഡുലാർ ടിഷ്യൂ അല്ലെ. സെക്രീഷൻ നടത്താൻ കഴിവുള്ള ഒരു ഗ്ലാൻഡുലാർ ടിഷ്യൂ ആയി മാറി. ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് കോർപ്പസ് ലൂട്ടിയം. അല്ലെ. അപ്പൊ ഈ കോർപ്പസ് ലൂട്ടിയത്തിന്റെ ഫോർമേഷനും ആര് കൂടിയേ തീരത്തുള്ളൂ എന്നാണ്, നമ്മുടെ ലൂട്ടിനൈസിങ് ഹോർമോൺ ഉണ്ടെങ്കിലേ സംഭവിക്കത്തുള്ളൂ. അതാണ് നമ്മൾ രണ്ട് കാര്യങ്ങൾ അവിടെ എഴുതി വെച്ചിരിക്കുക എന്ന് പറയാം. ഒന്ന് എന്താണ്, ഓവുലേഷൻ ഇൻഡ്യൂസ്ഡ് ബൈ ലൂട്ടിനൈസിങ് ഹോർമോൺ. രണ്ടാമത്തെ ആള് ഇറ്റ് ഓൾസോ stimulate or maintains the corpus luteum formed from the remnants of Graafian follicles. അല്ലെ, ഗ്രാഫിയൻ ഫോളിക്കിളിൽ നിന്ന് ഫോം ചെയ്യുന്ന കോർപ്പസ് ലൂട്ടിയത്തെ നിലനിർത്തുന്നതും ആരാന്ന് പറയാം, നമ്മുടെ ലൂട്ടിനൈസിങ് ഹോർമോൺ ആണ്. അപ്പൊ രണ്ട് ഫംഗ്ഷൻ നമ്മൾ മെയിൻ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അല്ലെ, ലൂട്ടിനൈസിങ് ഹോർമോണിന്റെ രണ്ട് ഫംഗ്ഷൻസ്. അപ്പം അതാണ് നമ്മൾ ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ അല്ലെ. ഒന്ന്, ലൂട്ടിനൈസിങ് ഹോർമോണിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇൻഡ്യൂസ് ഓവുലേഷൻ, അത് നമ്മൾ ഇവിടെ പറഞ്ഞു അല്ലെ. ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചർ ചെയ്ത് ഓവം റിലീസ് ചെയ്തു. അപ്പൊ ഇവിടെ രണ്ടാമത്തെ എന്ന് പറയുന്നത് മെയിൻറ്റെയിൻസ് ദി കോർപ്പസ് ലൂട്ടിയം അല്ലെ. സോ അതാണ് രണ്ടാമത്തെ ഫംഗ്ഷൻ. ദാറ്റ് ഈസ് എന്താണ്, ദിസ് ലൂട്ടിനൈസിങ് ഹോർമോൺ മെയിൻറ്റെയിൻസ് അല്ലെ, ഇത് ബോഡിയിൽ നിലനിൽക്കാൻ സഹായിക്കുന്നത്. സോ ഇറ്റ് മെയിൻറ്റെയിൻസ് ദി ആരാണ്, കോർപ്പസ് ലൂട്ടിയം അല്ലെ. എവിടെ നിന്നാണ് ഫോം ചെയ്തത്, ഫോംഡ് ഫ്രം ദി റെമനൻസ് ഓഫ് ആരാണ്, റപ്ചേർഡ് ഗ്രാഫിയൻ ഫോളിക്കിൾ അല്ലെ. അപ്പൊ ആ പൊട്ടിയ ഗ്രാഫിയൻ ഫോളിക്കിളിൽ നിന്ന് ആര് ഫോം ചെയ്തു, കോർപ്പസ് ലൂട്ടിയം ഫോം ചെയ്തു. ആ കോർപ്പസ് ലൂട്ടിയം ഇനി നമുക്ക് ആവശ്യമുള്ള സ്ട്രക്ചർ ആണ് അല്ലെ. അപ്പൊ അതിനെ നിലനിർത്തുന്ന വ്യക്തിയും ആരാന്ന് പറയാം, ലൂട്ടിനൈസിങ് ഹോർമോൺ ആണെന്ന് പറയാം അല്ലെ. അപ്പൊ ഈ ലൂട്ടിനൈസിങ് ഹോർമോണിന്റെ വാട്ട് ആർ ദ വിച്ച് അമംഗ് ദ ഫോളോയിങ് ആർ ദി ഫങ്ഷൻസ് ഓഫ് ലൂട്ടിനൈസിങ് ഹോർമോൺ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അല്ലെ. അപ്പൊ നമ്മൾ അത് കണ്ട ഉടനെ തന്നെ നമ്മൾ ഏതിൽ മാത്രം നോക്കും, ഓവുലേഷൻ മാത്രം ചെക്ക് ചെയ്യും അല്ലെ. അപ്പൊ നമ്മൾ ആ ഓവുലേഷൻ മാർക്ക് ചെയ്യും. പക്ഷെ അവിടെ എവിടെയെങ്കിലും ആര് കാണും, ഇതിന്റെ രണ്ടാമത്തെ ആളും കാണും. ഇറ്റ് മെയിൻറ്റെയിൻസ് കോർപ്പസ് ലൂട്ടിയം ഫ്രം ദ റെമനൻസ് ഓഫ് റപ്ചേർഡ് ഗ്രാഫിയൻ ഫോളിക്കിൾ. നമ്മൾ അത് ശ്രദ്ധിക്കത്തില്ല, നമ്മൾ ഈ ആദ്യം കാണുന്ന ആളെ അങ്ങ് ടിക്ക് ചെയ്തതാണെന്ന് വിചാരിക്കും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും എൻട്രൻസിന്റെ ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യാൻ നേരത്ത് നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യന്റെ ആൻസറിൽ എവിടെയെങ്കിലും ബോത്ത് എ ആൻഡ് ബി അല്ലെങ്കിൽ ബോത്ത് എ ആൻഡ് സി അല്ലെങ്കിൽ ബോത്ത് ഡി ആൻഡ് ബി അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ആ ഓപ്ഷന് നമ്മൾ പ്രിഫറൻസ് കൊടുക്കണമെന്ന് പറയാനുള്ള കാരണം, നമ്മളെ കുഴപ്പിക്കാൻ വേണ്ടി വരുന്നതാണ് ആ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ ആദ്യത്തെ ഓപ്ഷനിൽ എയിൽ തന്നെ കാണും. ഇപ്പൊ ദ ഫംഗ്ഷൻ ഓഫ് ലൂട്ടിനൈസിങ് ഹോർമോൺ ഈസ്, അപ്പൊ അതിന്റെ എ ഓപ്ഷനിൽ തന്നെ കാണും ഇൻഡ്യൂസ് ഓവുലേഷൻ. നമ്മൾ മറ്റേ ബാക്കി മൂന്ന് പേരെ ചെക്ക് ചെയ്യത്തില്ല, നമ്മൾ നേരെ എഴുതി വെക്കും, എ എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്ത് വെക്കും അല്ലെ. എന്നിട്ട് നമ്മൾ വീട്ടിൽ പോയി നോക്കാൻ നേരത്താണ് ക്വസ്റ്റ്യൻ വീണ്ടും വായിക്കുന്നത്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്, അയ്യോ ഇതും അതിന്റെ ഫംഗ്ഷൻ ആണല്ലോ എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലെ. അപ്പം രണ്ടാമത്തെ ആളായി. അപ്പൊ ലൂട്ടിനൈസിങ് ഹോർമോൺ എന്ന് കേട്ട് കഴിഞ്ഞാൽ ഒന്നാമത്തത് ഇറ്റ് ഈസ് സെക്രീറ്റഡ് ബൈ ദി ആന്റീരിയർ പിറ്റ്യൂട്ടറി അല്ലെങ്കിൽ പാർസ് ഡിസ്റ്റാലിസ്, അത് ഒന്നാമത്തെ ജോലി അല്ലെ. രണ്ടാമത്തെ എന്ന് പറയുന്നത് രണ്ട് ഫങ്ഷൻസ് ആണ് ലൂട്ടിനൈസിങ് ഹോർമോണിന് ഉള്ളത്. ഒന്നാമത്തത് ഇറ്റ് ഇൻഡ്യൂസസ് ഓവുലേഷൻ അല്ലെ. ഓവുലേഷൻ ശരിക്കും നമ്മൾ സയന്റിഫിക് ആയിട്ട് ഡിഫൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ റിലീസ് ഓഫ് ഓവം ഫ്രം ദി ഗ്രാഫിയൻ ഫോളിക്കിൾ അല്ലെ. അപ്പൊ നമ്മൾ ഓവറിക്കകത്ത് നിന്ന് ഓവൻ റിലീസ് ചെയ്യുന്നത് എന്താണ്, നമ്മൾ അതാണ് സ്ഥിരമായി പഠിച്ചു വരുന്നത്. പക്ഷേ കറക്റ്റ് ടേം എന്ന് പറയുന്നത് ഏതാണ്, ഓവറിക്കകത്തുള്ള തന്നെ കുഞ്ഞ് ഗ്രാഫിയൻ ഫോളിക്കിൾ പൊട്ടി അതിൽ നിന്നും ഇമച്യൂർ ആയിട്ടുള്ള ഓവം റിലീസ് ചെയ്യും അല്ലെ. ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് ഓവുലേഷൻ. അതിനെയാണ് ശരിക്കും നമ്മൾ ആരാന്ന് പറയാ, ഓവുലേഷൻ എന്ന് പറയാ അല്ലെ. അപ്പോൾ ഓവുലേഷൻ ബ്രോട്ട് അബൌട്ട് ബൈ ആര് തന്നെയാണ്, ലൂട്ടിനൈസിങ് ഹോർമോൺ അല്ലെ. ദ ലൂട്ടിനൈസിങ് ഹോർമോൺ ഈസ് ഓൾസോ ഹാവിങ് അനദർ ഫംഗ്ഷൻ അല്ലെ. ലൂട്ടിനൈസിങ് ഹോർമോണിന് ഒരു ഫംഗ്ഷനും കൂടെ ഉണ്ട്. എന്താണ്, ദിസ് ലൂട്ടിനൈസിങ് ഹോർമോൺ മെയിൻറ്റെയിൻസ് ദ കോർപ്പസ് ലൂട്ടിയം ഫോംഡ് ഫ്രം ദ റെമനൻസ് ഓഫ് റപ്ചേർഡ് ഗ്രാഫിയൻ ഫോളിക്കിൾ അല്ലെ. അപ്പോൾ ഓവറിക്കകത്ത് ഓവം റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫോം ചെയ്യുന്ന സ്ട്രക്ചർ ആണ് ആരാന്ന് പറയാം, കോർപ്പസ് ലൂട്ടിയം എന്ന് പറയാം അല്ലെ. അപ്പൊ ഈ കോർപ്പസ് ലൂട്ടിയം ഇനി നമുക്ക് വേണം, അങ്ങോട്ട് നമ്മൾ പഠിക്കും. അപ്പം ഓർത്ത് വച്ചിരിക്കുക അല്ലെ. ഇനി അപ്പൊ നമ്മൾ ഇത് മെയിൽസിൽ ലൂട്ടിനൈസിങ് ഹോർമോണിന്റെ ഫംഗ്ഷൻ പറഞ്ഞു. മെയിൽസിൽ ലൂട്ടിനൈസിങ് ഹോർമോൺ ടെസ്റ്റിസിലേക്ക് ആക്ട് ചെയ്ത് ടെസ്റ്റിസിൽ നിന്ന് ആൻഡ്രോജൻസിനെ പ്രൊഡ്യൂസ് ചെയ്തു. ആൻഡ്രോജൻസും ഫോളിക്കുലാർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണും കൂടെ ചേർന്ന് ആരെ റെഗുലേറ്റ് ചെയ്യുന്നു, നമ്മുടെ സ്പെർമറ്റോജെനിസിസിനെ റെഗുലേറ്റ് ചെയ്യുന്നു എന്ന് പഠിച്ചു അല്ലെ. ഫീമെയിൽസിൽ ലൂട്ടിനൈസിങ് ഹോർമോണിന് ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞു ഇൻഡ്യൂസ് ഓവുലേഷനും, രണ്ടാമത്തത് മെയിൻറ്റെയിൻസ് കോർപ്പസ് ലൂട്ടിയം ഫോംഡ് ഫ്രം ദ റെമനൻസ് ഓഫ് ഗ്രാഫിയൻ ഫോളിക്കിൾ, രണ്ട് ഫംഗ്ഷനും പറഞ്ഞു അല്ലെ. ഇനി നമുക്ക് ഒരാളുണ്ട് ഫോളിക്കുലാർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ.
അപ്പൊ നമ്മൾ നേരത്തെ ഈ ഫോളിക്കുലാർ സെൽസ് വളരുമെന്ന് പറഞ്ഞു അല്ലെ. ഒന്ന് ഏറ്റവും ചെറുതായിരുന്നു, അയാൾ വളർന്ന് അടുത്ത ആളായി, അയാൾ വളർന്ന് അടുത്ത ആളായി, അങ്ങനെ വളർന്ന് ഏറ്റവും പുള്ളി മച്ചുവേർഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയിലേക്ക്, പൂർണ്ണ വളർച്ച എത്തിയ വ്യക്തിയിലേക്ക് അയാൾ വരികയാണ് അല്ലെ. അപ്പൊ ഫോളിക്കുലാർ സെൽസ് വളർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഈ ഫോളിക്കുലാർ സെൽസ് വളരാൻ സഹായിക്കുന്ന ആളാണ് ആരാന്ന് പറയാം, ഫോളിക്കുലാർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്ന് പറയാം അല്ലെ. സോ ഇൻ ഫീമെയിൽസ് ഫോളിക്കുലാർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ റെഗുലേറ്റ് ദ ഗ്രോത്ത് ഓഫ് ഫോളിക്കുലാർ സെൽസ് ഇൻസൈഡ് ദി ഓവറി അല്ലെ. ഓവറിക്കുള്ളില് ഫോളിക്കുലാർ സെൽസ് വളരാൻ സഹായിക്കുന്ന ആളാണ് ആരാന്ന് പറയാം, ഫോളിക്കുലാർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്ന് പറയാം അല്ലെ. അപ്പം രണ്ടാമത്തെ ആളായി. സോ ഇൻ ഫീമെയിൽസ് ദ ഫോളിക്കുലാർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ റെഗുലേറ്റ് ദ ഗ്രോത്ത് ഓഫ് ഫോളിക്കുലാർ സെൽസ് ഫ്രം ഇൻസൈഡ് ദി ഓവറി. So in females അല്ലെ ഫോളിക്കുലാർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ FSH അല്ലെ റെഗുലേറ്റ് stimulate the growth of ആരാണ്, ഫോളിക്കുലാർ സെൽസ് ഇൻസൈഡ് ദി ഓവറി അല്ലെ. അപ്പൊ ഓവറിക്കകത്ത് ഈ ഫോളിക്കുലാർ സെൽസ് വളരുകയാണ് അല്ലെ. അപ്പൊ ഗ്രോത്ത് ഓഫ് ദി ഫോളിക്കുലാർ സെൽസ്, ആ ഫോളിക്കുലാർ സെൽസ് വളരുന്നതിനെ നിയന്ത്രിക്കുന്ന വ്യക്തിയാണ് ആരാന്ന് പറയാം, ഫോളിക്കുലാർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്ന് പറയാം അല്ലെ. അപ്പൊ ഫോളിക്കുലാർ സെൽസ് വളരണമെന്നുണ്ടെങ്കിൽ ആര് കൂടിയേ തീരത്തുള്ളൂ, ഫോളിക്കുലാർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺസ് കൂടിയേ തീരത്തുള്ളൂ അല്ലെ. അപ്പൊ ഈ കുഞ്ഞു ഫോളിക്കുലാർ സെൽസ് വളർന്ന അതിന്റെ അടുത്ത സ്റ്റേജായി, അതിന്റെ അടുത്ത സ്റ്റേജ് അങ്ങനെ വളർന്നുകൊണ്ടിരിക്കുക അല്ലെ. അപ്പൊ ആ ഫോളിക്കുലാർ സെൽസിന്റെ ഗ്രോത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യുക, നിയന്ത്രിക്കുന്ന വ്യക്തിയാണ് ആരാന്ന് പറയാം, ഫോളിക്കുലാർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്ന് പറയാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഒന്നാമത്തെ വ്യക്തിയായ ആരിലേക്ക് പറയുക, നമ്മുടെ ആന്റീരിയർ പിറ്റ്യൂട്ടറിയുമായി റിലേറ്റ് ചെയ്ത് പറയുക എന്ന് പറയാം അല്ലെ. അപ്പൊ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു, നമ്മുടെ ആന്റീരിയർ പിറ്റ്യൂട്ടറി എന്ന് പറയാം. ഇനി നമുക്ക് ഇതിൽ വേണ്ടത് രണ്ടാമത്തെ ആളുണ്ട്. സോ അപ്പൊ ഈ പറഞ്ഞു പോയത് ഏതെങ്കിലും വീണ്ടും പറയേണ്ട ആൾക്കാരുണ്ടെങ്കിൽ ചോദിച്ചാൽ പറയാം, അതല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇതിന്റെ അടുത്ത പാർട്ട്. ഇല്ല, അടുത്ത് നമ്മൾ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ പാർട്സ് ഇന്റർമീഡിയറ്റ് എന്ന് പറയുന്ന പാർട്ടാണ് അല്ലെ. പാർട്സ് ഇന്റർമീഡിയറ്റിൽ ഒരേ ഒരു ഹോർമോണേ ഉള്ളൂ, മെലനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ MSH. അപ്പൊ അതിന്റെ ഫംഗ്ഷൻ ആണ് നമുക്ക് ഇനി വേണ്ടത്. സോ പറഞ്ഞു പോയത്, ഇതേവരെ പറഞ്ഞു പോയത് ഏതെങ്കിലും പറയേണ്ട ആൾക്കാരുണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ പറയാം അല്ലെ. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വീണ്ടും പറയേണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചാൽ പറയാം, ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ആളിലേക്ക് പോകും. പഠിക്കുമ്പോൾ ഒരൊറ്റ സെന്റൻസ് പോലും ഒഴിവാക്കാതെ പഠിക്കുക, എന്നെങ്കിൽ മാത്രമേ ഞാൻ ഈ പറഞ്ഞതുപോലെ നമുക്ക് ഇതിന്റെ മുഴുവനും ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ കഴിഞ്ഞ ഒരു 3-4 വർഷമായിട്ട് നമ്മുടെ ടെക്സ്റ്റിനകത്തുള്ള ക്വസ്റ്റ്യൻസേ വരാറുള്ളൂ. ടെക്സ്റ്റിന് പുറത്ത് അങ്ങനെ ക്വസ്റ്റ്യൻസ് ഒന്നും തന്നെ വരാറില്ല. വളരെ റെയർ ആയിട്ട് ഒരു ക്വസ്റ്റ്യനോ 2 ക്വസ്റ്റ്യനോ എന്തെങ്കിലും വരുന്നതേ ഉള്ളൂ. അപ്പൊ അത് ആ ഏരിയാസ്, ആ ക്വസ്റ്റ്യനുള്ള ഏരിയാസ് എല്ലാം തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് അഡീഷണൽ ആയിട്ടുള്ളതെല്ലാം തന്നെ പഠിപ്പിക്കും. സോ നമ്മൾ ഏറ്റവും പ്രധാനം NCERT ടെക്സ്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. സോ ആരും ഒന്നും ചോദിക്കുന്നില്ല. ഹോപ്പ് ദാറ്റ് ഓൾ ഓഫ് യു ആർ ക്ലിയർ അല്ലേ. അപ്പൊ ഇനി നമുക്ക് വേണ്ട നെക്സ്റ്റ് വൺ, ദാറ്റ് ഈസ് നമ്മുടെ പാർട്സ് ഇന്റർമീഡിയറ്റിലുള്ള ഹോർമോൺ.
ഇല്ലേ? സോ പാർട്സ് ഇന്റർമീഡിയറ്റ് ഓഫ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഇല്ലേ? പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ പാർട്സ് ഇന്റർമീഡിയറ്റ് നമ്മൾ നോക്കുകയാണ് അല്ലെ? സോ പാർട്സ് ഇന്റർമീഡിയറ്റ് ഓഫ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് അല്ലെ? സെക്രീറ്റ് ഓൺലി വൺ ഹോർമോൺ, മെലനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. അല്ലെങ്കിൽ ഷോർട്ട് ഫോം MSH അല്ലെ? അപ്പൊ പാർട്സ് ഇന്റർമീഡിയറ്റ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒത്തിരി ഹോർമോൺസ് ഒന്നും തന്നെ ഇല്ല, ഒരൊറ്റ ഹോർമോണേ ഉള്ളൂ അല്ലെ? പാർട്സ് ഇന്റർമീഡിയറ്റ് ഓഫ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ദേ സെക്രീറ്റ് ഓൺലി വൺ ഹോർമോൺ കോൾഡ് മെലനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. അപ്പൊ മെലനോസൈറ്റ് പേരിൽ തന്നെ ഉണ്ട്. മെലാനോ മീൻസ് മെലാനിൻ, നമ്മുടെ സ്കിന്നിന് കളർ കൊടുക്കുന്ന ആളാണ്, കളറിംഗ് പിഗ്മെന്റ് ഇല്ലേ? മെലാനിൻ. സൈറ്റ്, സൈറ്റ് എന്ന് വെച്ചാൽ സെൽ അല്ലെ? സോ ഇറ്റ് ആക്ട്സ് അപ്പോൺ melanin containing cells in our body and regulate pigmentation of the skin അല്ലെ? നമ്മുടെ ബോഡിയിൽ മെലാനിൻ അടങ്ങിയിട്ടുള്ള സെല്ലുകളിലേക്ക് ആക്ട് ചെയ്യുന്ന ആളാണ് ആരാന്ന് പറയാം? മെലനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്ന് പറയാം അല്ലെ? അപ്പൊ അവര് ഈ മെലനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ നമ്മുടെ ഈ മെലാനിൻ കണ്ടെയ്നിങ് സെൽസിലേക്ക് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ജോലി എന്ന് പറയുന്നത് സ്കിന്നിന്റെ പിഗ്മെന്റേഷൻ അല്ലെ? ആ പിഗ്മെന്റേഷൻ, സ്കിന്നിന്റെ കളറേഷൻ, അതിനെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഫംഗ്ഷൻ എന്ന് പറയാം അല്ലെ? അപ്പം സോ നെക്സ്റ്റ് വൺ, they acts upon melanin containing cells and regulate pigmentation of the skin or pigmentation of the body. So these MSH acts upon, പേരിൽ തന്നെ ഉണ്ട്, മെലാനിൻ കണ്ടെയ്നിങ് സെൽസ്. ഓർ അതിന്റെ പേരാണ് മെലാനോസൈറ്റ് ഇല്ലേ? സോ ദേ ആക്ട്സ് അപ്പോൺ മെലാനിൻ കണ്ടെയ്നിങ് സെൽസ് ഓർ മെലനോസൈറ്റ് ആൻഡ് റെഗുലേറ്റ് പിഗ്മെന്റേഷൻ ഓഫ് ദി സ്കിൻ. അല്ലെ? നമ്മുടെ സ്കിന്നിന്റെ പിഗ്മെന്റേഷനെ നിയന്ത്രിക്കുന്ന വ്യക്തിയാണ് ആരാന്ന് പറയാം? ഈ മെലനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ അല്ലെങ്കിൽ MSH എന്ന് പറയാം അല്ലെ? സോ ദിസ് വൺ ആക്ട്സ് അപ്പോൺ ദ മെലാനിൻ കണ്ടെയ്നിങ് സെൽസ് ഇൻ അവർ ബോഡി ആൻഡ് റെഗുലേറ്റ് പിഗ്മെന്റേഷൻ ഓഫ് ദി സ്കിൻ. സ്കിന്നിന്റെ പിഗ്മെന്റേഷനെ നിയന്ത്രിക്കുകയാണ് ഇയാളുടെ ജോലി എന്ന് പറയാം. ഇനി നമുക്ക് ഒരാളും കൂടെ ഉള്ളൂ. സോ ലാസ്റ്റ് വൺ, ദാറ്റ് ഈസ് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഇല്ലേ? അപ്പൊ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി നമ്മൾ ഒരാളെയാണ് പഠിച്ചു വച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് കോൾഡ് ആസ് ആരാണ്? പാർസ് നെർവോസ അല്ലെങ്കിൽ ന്യൂറോ ഹൈപ്പോഫൈസിസ് അല്ലേ? സോ പാർസ് നെർവോസ ഓർ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി അല്ലേ? ഇപ്പൊ പാർസ് നെർവോസ അല്ലെങ്കിൽ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി, അനദർ ടേം ഈസ്, കഴിഞ്ഞ ദിവസം ക്ലാസിഫിക്കേഷൻ എഴുതിയാണ്, ന്യൂറോ ഹൈപ്പോഫൈസിസ് അല്ലേ? സോ പാർസ് നെർവോസ ഓർ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഓർ ന്യൂറോ ഹൈപ്പോഫൈസിസ് അല്ലേ? അപ്പൊ അവരുടെ ജോലി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ദേ ഡസ് നോട്ട് സെക്രീറ്റ് എനി ഹോർമോൺസ് അല്ലേ? അവര് ഹോർമോൺസിനെ ഒന്നും തന്നെ സെക്രീറ്റ് ചെയ്യുന്നില്ല. So they do not secrete any hormones. Instead, it stores the other two hormones from hypothalamus. ഇല്ല, അതിന് പകരം ചെയ്യുന്ന ജോലി എന്താണ്? Instead, it stores അല്ലെ the other two hormones. Other two hormones ഏതാണ്? Other two hormones called oxytocin and vasopressin അല്ലെ? secreted in hypothalamus. അല്ലെ? ഹൈപ്പോതലാമസിൽ സെക്രീറ്റ് ചെയ്യുന്ന രണ്ട് ഹോർമോണുകളായ ഒന്ന് ഓക്സിറ്റോസിനും
രണ്ടാമത്തെ ആള് വാസോപ്രസിനും. ഇവരെ ഒന്ന് സ്റ്റോർ ചെയ്ത് ആവശ്യാനുസരണം ബ്ലഡിലേക്ക് റിലീസ് ചെയ്യാന്നുള്ള ജോലി മാത്രമാണ് ആര് ചെയ്യാന്ന് പറയാം, നമ്മുടെ പാഴ്സ് നെർവോസ അല്ലെങ്കിൽ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി, അതും അല്ലെന്നുണ്ടെങ്കിൽ ന്യൂറോ ഹൈപ്പോഫൈസിസ് ചെയ്യാന്ന് പറയാം അല്ലെ. സോ നെക്സ്റ്റ് വൺ പാഴ്സ് നെർവോസ ഓർ ദി പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഓർ ന്യൂറോ ഹൈപ്പോഫൈസിസ് അല്ലെ. സോ ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് that does not secrete any hormones at all. ഇല്ല, യാതൊരു ഹോർമോൺസിനെ അയാൾ പ്രൊഡ്യൂസ് ചെയ്യത്തില്ല. ഇൻസ്റ്റഡ് അതിന് പകരം എന്ത് ചെയ്യാണ്, ഇൻസ്റ്റഡ് ഇറ്റ് സ്റ്റോർസ് ദ അതർ ടു ഹോർമോൺസ് ഇല്ലെ, വേറെ ഏതോ 2 ഹോർമോണുകളെ സ്റ്റോർ ചെയ്യാണ്. ആ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എവിടെയാണ്, ഹൈപ്പോതലാമസിലാണ് അല്ലെ. ഹോർമോണിന്റെ പേര് ഓക്സിറ്റോസിനും രണ്ടാമത്തെ ആള് വാസോപ്രസിനും അല്ലെ. അപ്പൊ ഇനി നമുക്ക് വേണ്ടതും ഈ ഓക്സിറ്റോസിന്റെയും വാസോപ്രസിന്റെയും ഫങ്ഷൻസ് ആണ് അല്ലെ. എന്തെല്ലാം ജോലിയാണ് ഓക്സിറ്റോസിനും വാസോപ്രസിനും ചെയ്യാന്നുള്ളതാണ് നമുക്ക് ഇനി വേണ്ടത്. അപ്പൊ ഒന്നാമത്തെ ആളെ നമുക്ക് നോക്കാം, ഫങ്ഷൻസ് ഓഫ് ഓക്സിറ്റോസിൻ. അപ്പൊ നമ്മൾ ഓക്സിറ്റോസിനും പഠിക്കുമ്പോഴും നമ്മൾ കൂടുതലായിട്ട് ഫെമിലിയർ ആയി കേട്ടിരിക്കുന്നത് ഫീമെയിൽസിലാണ് ഇതിന്റെ ജോലി എന്നുള്ളതാണ്. അപ്പൊ അതിന് കോമൺ ആയിട്ട് ഒരു ഫംഗ്ഷൻ ഉണ്ട് അല്ലെ, പൊതുവായിട്ട് മെയിൽസിലാണെങ്കിലും ഫീമെയിൽസിലാണെങ്കിലും ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഇൻ ബോത്ത് മെയിൽസ് ആൻഡ് ഫീമെയിൽസ് ദേ സ്റ്റിമുലേറ്റ് കോൺട്രാക്ഷൻ ഓഫ് സ്മൂത്ത് മസിൽസ് അല്ലെ. നമ്മുടെ ബോഡിക്കകത്തുള്ള സ്മൂത്ത് മസിൽസ് കോൺട്രാക്ട് ചെയ്യാൻ സഹായിക്കുകയാണ് ആരുടെ ജോലി, ഓക്സിറ്റോസിന്റെ ജോലി. ഇനി ഇൻ ഫീമെയിൽസ് ഇറ്റ് ഈസ് ഹാവിങ് ആൻ എക്സെപ്ഷണൽ ക്യാരക്ടർ ഓൾസോ. ഫീമെയിൽസിൽ വരാൻ നേരത്ത് ഒരു അഡീഷണൽ ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു അഡീഷണൽ ഫംഗ്ഷൻ കൂടെ അയാൾ ചെയ്യുന്നുണ്ട് അല്ലെ. ആ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, എന്താണ്, ഇൻ ഫീമെയിൽസ് ഇറ്റ് കോസസ് വിഗറസ് കോൺട്രാക്ഷൻ ഓഫ് യൂട്രൈൻ മസിൽസ് അല്ലെ. യൂട്രസിനകത്തുള്ള മസിൽസ് ശക്തമായി കോൺട്രാക്ട് ചെയ്യാൻ വേണ്ടി ഇയാൾ സഹായിക്കുന്നു അറ്റ് ദ ടൈം ഓഫ് ഡെലിവറി ഇല്ലെ, ഡെലിവറി ടൈമിൽ. ദാറ്റ് എനേബിൾസ് ചൈൽഡ് ബർത്ത്, അതാണ് കുഞ്ഞ് അമ്മയുടെ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് വരാൻ കാരണമായി തീരും അല്ലെ. സോ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ബർത്ത് ഹോർമോൺ. അതുകൊണ്ട് ഇതിനെ നമ്മൾ ആരും ഒന്ന് വിളിക്കാറുണ്ട്, ബർത്ത് ഹോർമോൺസ് എന്നും വിളിക്കാറുണ്ടെന്ന് പറയാം. ഓക്കെ, സോ ദ നെക്സ്റ്റ് വൺ ദാറ്റ് ഈസ് ഓക്സിറ്റോസിൻ അല്ലെ. അപ്പൊ ആദ്യം നമ്മൾ അതിന്റെ കോമൺ ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ് പറയാ. ദിസ് വൺ സ്റ്റിമുലേറ്റ് ദ കോൺട്രാക്ഷൻ ഓഫ് സ്മൂത്ത് മസിൽസ് ഇൻ അവർ ബോഡി. So it acts upon smooth muscles in our body. അല്ലെ, നമ്മുടെ ബോഡിയിൽ കാണപ്പെടുന്ന സ്മൂത്ത് മസിൽസിലേക്ക് ആക്ട് ചെയ്യുന്നു ആൻഡ് സ്റ്റിമുലേറ്റ് ദയർ കോൺട്രാക്ഷൻ. എന്നിട്ട് ആ മസിൽസിനെ കൊണ്ട് കോൺട്രാക്ട് ചെയ്യാൻ വേണ്ടി സ്റ്റിമുലേറ്റ് ചെയ്യുകയാണ്. അല്ലെ, ഇത് മെയിൽസ് ആണെങ്കിലും ഫീമെയിൽസ് ആണെങ്കിലും കോമൺ ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ് അല്ലെ. ഇനി ഫീമെയിൽസിൽ മാത്രമാണെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യുന്നതെന്നുള്ളതാണ് അല്ലെ. സോ ഇറ്റ് സ്റ്റിമുലേറ്റ് വിഗറസ് കോൺട്രാക്ഷൻ ഓഫ് യൂട്രസ് അറ്റ് ദ ടൈം ഓഫ് ചൈൽഡ് ബർത്ത്. ഇല്ല, അത് ഫീമെയിൽസിലാണ്. സോ ഇൻ ഫീമെയിൽസ് അല്ലെ ഇറ്റ് സ്റ്റിമുലേറ്റ് ദി വിഗറസ് കോൺട്രാക്ഷൻ ഓഫ് യൂട്രൈൻ മസിൽസ് ഇല്ലേ. യൂട്രസിനകത്ത് മസിൽസ് ഉണ്ട്, മയോമെട്രി, അത് നമ്മൾ ഇനിയിപ്പോ സ്ട്രക്ചർ പഠിക്കാൻ നേരത്ത് പറയും അല്ലെ. അപ്പം ആ യൂട്രസിനകത്തുള്ള മസിൽസ് ഇറ്റ് കോസസ് ദ വിഗറസ് കോൺട്രാക്ഷൻ ഓഫ് യൂട്രൈൻ മസിൽസ് അറ്റ് ദ ടൈം ഓഫ് ചൈൽഡ് ബർത്ത്. Uterine muscles at the time of child birth അല്ലെ. ഇപ്പൊ സോ കോൾഡ് ബർത്ത് ഹോർമോൺ. അപ്പൊ അത് കാരണം ഇതിനെ നമ്മൾ ആരെന്ന് വിളിക്കാറുണ്ട്, ബർത്ത് ഹോർമോൺ എന്ന് വിളിക്കാറുണ്ട്. ഇനി
സ്മൂത്ത് മസിൽസിലേക്ക് ആക്ട് ചെയ്ത് മസിൽസിനെ കോൺട്രാക്ട് ചെയ്യാൻ സഹായിക്കും. അതുമായി റിലേറ്റ് ചെയ്താണ് രണ്ടാമത്തെ ആള് ഇജക്ഷൻ ഓഫ് മിൽക്ക് ഫ്രം മാമറി ഗ്ലാൻസ്. അല്ലെ, മാമറി ഗ്ലാൻസിൽ നിന്ന് മിൽക്കിനെ പുറത്തേക്ക് റിലീസ് ചെയ്യാൻ സഹായിക്കുന്നതും ഇയാളാണെന്ന് പറയാം. അപ്പൊ ഓർത്തിരിക്കുക, മിൽക്ക് ഇജക്റ്റിംഗ് ഹോർമോൺ എന്ന് പറയുന്നത് ഓക്സിറ്റോസിൻ ആണ്. അല്ലെ, മിൽക്ക് ഫോർമേഷന് സഹായിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് പ്രോലാക്റ്റിൻ. അല്ലെ, പ്രോലാക്റ്റിൻ റെഗുലേറ്റ് ദ ഗ്രോത്ത് ഓഫ് മാമറി ഗ്ലാൻഡ് ആൻഡ് സ്റ്റിമുലേറ്റ് ഫോർമേഷൻ ഓഫ് മിൽക്ക് ഇൻ ദം. അല്ലെ, മാമറി ഗ്ലാൻഡ്സിന്റെ ഉള്ളില് മിൽക്ക് ഫോർമേഷന് സഹായിക്കുന്ന ആള് പ്രോലാക്റ്റിനും ആ ഫോം ചെയ്യുന്ന മിൽക്ക് പുറത്തേക്ക് റിലീസ് ചെയ്യാൻ സഹായിക്കുന്ന ആള് ആരുമാണെന്ന് പറയാം, നമ്മുടെ ഓക്സിറ്റോസിനും ആണെന്ന് പറയാം. അല്ലെ, അതിനുള്ള റീസൺ നമ്മൾ ഈ പറഞ്ഞിട്ടുണ്ട്. ദിസ് വൺ ആക്ട്സ് അപ്പോൺ സ്മൂത്ത് മസിൽസ് ആൻഡ് കോസസ് ദ കോൺട്രാക്ഷൻ ഓഫ് ദി സ്മൂത്ത് മസിൽസ്. അല്ലെ, അപ്പോൾ സ്മൂത്ത് മസിൽസിലേക്ക് ആക്ട് ചെയ്ത് ആ സ്മൂത്ത് മസിൽസ് കോൺട്രാക്ട് ചെയ്യാനാണ് ഇയാൾ സഹായിക്കുക. അല്ലെ, അപ്പൊ അങ്ങനെ സ്മൂത്ത് മസിൽ കോൺട്രാക്ട് ചെയ്യുന്നത് കൊണ്ടാണ് അതിനകത്ത് നമ്മുടെ മാമറി ഗ്ലാൻഡ്സിൽ നിന്ന് മിൽക്ക് പുറത്തേക്ക് റിലീസ് ചെയ്യാന്ന് പറയാം. അല്ലെ, അപ്പം മിൽക്ക് പ്രൊഡക്ഷൻ ബൈ മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നത് പ്രോലാക്റ്റിൻ. അല്ലെ, മിൽക്ക് ഇജക്ഷൻ ബൈ മിൽക്ക് പുറത്തേക്ക് റിലീസ് ചെയ്യാൻ സഹായിക്കുന്നത് ആരുമാണെന്ന് പറയാം, നമ്മുടെ ഇപ്പം പറഞ്ഞിരിക്കുന്ന ഓക്സിറ്റോസിനോ എന്ന് പറയാം. ഓക്കെ, ഇനി അടുത്ത ആള് നമുക്ക് ഫെമിലിയർ ആണ്, വാസോപ്രസിൻ. അല്ലെ, വാസോപ്രസിൻ എന്ന് പറയുന്നത് ഇറ്റ് ആക്ട്സ് അപ്പോൺ ദി കിഡ്നി ട്യൂബ്യൂൾസ്. നമ്മുടെ കിഡ്നിയിൽ യൂറിൻ ഫോർമേഷൻ നടക്കുന്ന സമയത്ത് ആ കിഡ്നിയുടെ ട്യൂബിലേക്ക് ആക്ട് ചെയ്യും. അല്ലെ, ട്യൂബിലേക്ക് ആക്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും, ഇറ്റ് പ്രൊമോട്ട്സ് റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ഫ്രം ദി യൂറിൻ. അല്ലെ, ഫോം ചെയ്യുന്ന യൂറിനിൽ നിന്ന് മാക്സിമം വാട്ടറിനെ റീഅബ്സോർബ് ചെയ്യാനാണ് ആര് സഹായിക്കുക, ഈ ഒരു ഹോർമോൺ സഹായിക്കുക എന്ന് പറയാം. അല്ലെ, അപ്പോൾ വാസോപ്രസിന്റെ ജോലി ഇറ്റ് ആക്ട്സ് അപ്പോൺ ദി കിഡ്നി ട്യൂബ്യൂൾ ആൻഡ് പ്രൊമോട്ട് റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ഫ്രം ദി കിഡ്നി ട്യൂബ്യൂൾസ്. അല്ലെ, കിഡ്നിയുടെ ട്യൂബിലേക്ക് ആക്ട് ചെയ്ത് ആ ട്യൂബിൽ നിന്ന് മാക്സിമം വാട്ടറിനെ റീഅബ്സോർബ് ചെയ്തെടുക്കാനാണ് ആര് സഹായിക്കുന്നതെന്ന് പറയാം, നമ്മുടെ വാസോപ്രസിൻ സഹായിക്കുന്നു. അല്ലെ, അപ്പൊ വാട്ടർ യൂറിനിൽ കൂടെ നഷ്ടപ്പെട്ടു പോകുന്നത് തടയാനാണ് ആരുടെ ജോലി, നമ്മുടെ വാസോപ്രസിന്റെ ജോലി. അല്ലെ, അപ്പൊ അതുകൊണ്ടാണ് വാസോപ്രസിനെ നമ്മൾ വേറൊരു പേരിൽ പറയും ആന്റി ഡയൂററ്റിക് ഹോർമോൺ അല്ലെങ്കിൽ ADH. So second one, vasopressin. So it acts upon കിഡ്നി ട്യൂബ്യൂൾസ്. ഇല്ലേ, അപ്പൊ കിഡ്നിയുടെ ട്യൂബുകളുണ്ട്. അല്ലെ, നമ്മൾ ട്യൂബുകൾ നിങ്ങൾ പഠിക്കും, പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ, ലൂപ്പോ ഹെൻലി, ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ. ഇതൊക്കെയാണ് കിഡ്നിയുടെ ട്യൂബുലാർ പോർഷൻസ്. അല്ലെ, അപ്പൊ അതിലെ ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളിൽ നിന്നാണ് മാക്സിമം വാട്ടറിനെ റീഅബ്സോർബ് ചെയ്യുക, ഏറ്റവും അവസാനത്തെ ഭാഗം. അല്ലെ, സോ ഇറ്റ് ആക്ട്സ് അപ്പോൺ കിഡ്നി ട്യൂബ്യൂൾസ് ആൻഡ് സ്റ്റിമുലേറ്റ് റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ആൻഡ് ഇലക്ട്രോലൈറ്റ്സ്. water and electrolytes from എവിടെ നിന്നാണ്, distal convoluted tubule. അല്ലെ, അപ്പൊ നമ്മുടെ നെഫ്രോൺസിന്റെ ഏറ്റവും അവസാനത്തെ പാർട്ടാണ് ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ. ആ ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളിൽ നിന്ന് വാട്ടറിനെയും അതേ കണക്ക് തന്നെയാണ് ഇലക്ട്രോലൈറ്റ്, സോഡിയം അയോൺസ് അതുപോലെയുള്ള അയോൺസിനെയൊക്കെ റീഅബ്സോർബ് ചെയ്യാൻ വേണ്ടി സഹായിക്കുകയാണ്. അല്ലെ, സോ ദെയർ ബൈ പ്രിവെന്റിംഗ് ഓർ റെഡ്യൂസിംഗ് ദ ലോസ് ഓഫ് വാട്ടർ ത്രൂ യൂറിൻ. thereby reducing loss of water through യൂറിൻ. അല്ലെ, യൂറിനിൽ കൂടെ വെള്ളം നഷ്ടപ്പെട്ടു പോകുന്നതിന് ആ ഡിസീസിനെ വിളിക്കുന്ന പേരാണെന്ന് പറയാം, ഡയൂറിസിസ്. അല്ലെ, ലോസ് ഓഫ് thereby reducing the loss of water through urine called diuresis. അല്ലെ, so
വാസോപ്രസിൻ ഈസ് ഓൾസോ കോൾഡ്. അത് കാരണമാണ് നമ്മൾ വാസോപ്രസിനെ വേറൊരു പേരിൽ വിളിക്കുക അല്ലെ. സോ വാസോപ്രസിൻ ഈസ് ഓൾസോ കോൾഡ് ആന്റി ഡയൂററ്റിക് ഹോർമോൺ ഓർ ADH അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് വാസോപ്രസിനെ നമ്മൾ ആരെന്ന് പറയാ, ആന്റി ഡയൂററ്റിക് ഹോർമോൺ എന്ന് പറയാം. ഇനി ഈ വാസോപ്രസിൻ എന്ന് കേട്ട് കഴിഞ്ഞാൽ 100% ഓർത്തു വെക്കേണ്ട സാധനമാണ് ഇറ്റ് സ്റ്റിമുലേറ്റ് ദ റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ആൻഡ് ഇലക്ട്രോലൈറ്റ്സ് അല്ലെ. അപ്പൊ വാട്ടറിനെയും ഇലക്ട്രോലൈറ്റ്സിനെയും റീഅബ്സോർബ് ചെയ്യുന്നു. മീൻസ് ഇറ്റ് ഹെൽപ്സ് ഇൻ ഓസ്മോ റെഗുലേഷൻ അല്ലെ. അപ്പൊ ഓസ്മോ റെഗുലേഷന് സഹായിക്കുന്ന ഹോർമോൺ ഒരാൾ ആരാണ്, വാസോപ്രസിൻ ആണ്. ഇനി ഒരാളും കൂടെ ഉണ്ട്, അത് നമ്മൾ അടുത്ത ആളിൽ പഠിക്കും കേട്ടല്ലോ. അപ്പൊ ദ ഹോർമോൺ ദാറ്റ് ഹെൽപ്സ് ഇൻ മെയിൻറ്റെയിനിങ് ഓസ്മോ റെഗുലേഷൻ അല്ലെ. അപ്പൊ നമ്മുടെ ബോഡിയിൽ ഓസ്മോ റെഗുലേഷന് സഹായിക്കുന്ന ഒരു ഹോർമോൺ ആണ് ആരാന്ന് പറയാം, വാസോപ്രസിൻ എന്ന് പറയാം. അത് ഓർത്തു വെച്ചിരിക്കുക, ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുക അല്ലെ. സോ അല്ലെ, വാസോപ്രസിൻ ഈസ് എ ഓസ്മോ റെഗുലേറ്ററി ഹോർമോൺ. ഒരാൾ മാത്രമല്ല ഓസ്മോ റെഗുലേറ്ററി ആയിട്ടുള്ളത്, ഇനി ഒരാളും കൂടെ നമുക്ക് പഠിക്കാനുണ്ട്, അൾഡോസിറോൺ. അത് നമ്മൾ അടുത്ത അഡ്രിനൽ ഗ്ലാൻഡിൽ പഠിക്കും അല്ലെ. സോ ഹിയർ vasopressin is a osmoregulatory hormone in the sense that it promotes the reabsorption of water and electrolytes അല്ലെ. വാട്ടറിന്റെ ഇലക്ട്രോലൈറ്റിന്റെ ബാലൻസിനെ ക്രമീകരിക്കാൻ ഇയാൾ സഹായിക്കുന്നു. സോ ഇറ്റ് ഈസ് ആൻ ഓസ്മോ റെഗുലേറ്ററി ഹോർമോൺ അല്ലെ. അപ്പൊ ഈ ഒരു ഓസ്മോ റെഗുലേറ്ററി ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്തത് ആരിലാണ്, ഹൈപ്പോതലാമസിലാണ്. പക്ഷെ റിലീസ് ചെയ്ത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ പോസ്റ്റീരിയർ ലോബും ആണ്. അത് തിരിഞ്ഞു പോകരുത് അല്ലെ. ഓസ്മോ റെഗുലേറ്ററി ഹോർമോണിൽ ഒരാളെ പ്രൊഡ്യൂസ് ചെയ്തത് നമ്മൾ പഠിച്ചിരിക്കുന്ന ആള് വാസോപ്രസിൻ ആണ്. അതിനെ പ്രൊഡ്യൂസ് ചെയ്ത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈപ്പോതലാമസ് തന്നെയാണ്, യാതൊരു മാറ്റവും ഇല്ല. ഇറ്റ് ഈസ് റിലീസ്ഡ് ഫ്രം, അത് എവിടെ നിന്ന് റിലീസ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാകും, പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ആകും. അത് ഓർത്തിരിക്കുക അല്ലെ. സോ ഹിയർ വാസോപ്രസിൻ ഈസ് കോൾഡ് ആന്റി ഡയററ്റിക് ഹോർമോൺ. Again it is a osmoregulatory hormone also അല്ലെ. ഇയാള് ആന്റി ഡയററ്റിക് ഹോർമോണുമാണ്, അതോടൊപ്പം തന്നെ ഇയാൾ ആരുവാന്ന് പറയാം, ഒരു ഓസ്മോ റെഗുലേറ്ററി ഹോർമോൺ ആണ് അല്ലെ. ഓസ്മോ റെഗുലേഷൻ നിലനിർത്താൻ സഹായിക്കുന്ന ഹോർമോണും കൂടെ ആണെന്ന് പറയാം. അപ്പൊ ഇനി നമ്മൾ ഒരു ഡിസോർഡർ പഠിക്കുകയാണ്, ഡയബറ്റിക് ഇൻസിപ്പിഡസ് ഇല്ലേ. അപ്പൊ ഡയബറ്റിക് ഇൻസിപ്പിഡസ് എന്ന് പറയുന്നത് രണ്ട് പോസിബിലിറ്റി ആണ്. ഒന്ന്, ഹൈപ്പോതലാമസിൽ ഇത് ആവശ്യത്തിന് പ്രൊഡ്യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡിക്കകത്ത് യൂറിനിൽ കൂടെ വാട്ടർ നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. അതൊരു പോസിബിലിറ്റി ഇല്ലേ. രണ്ടാമത്തത്, ആവശ്യാനുസരണം പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്ന് എന്ത് ചെയ്യണം, റിലീസ് ചെയ്യണം. റിലീസ് ചെയ്തില്ല എന്നുണ്ടെങ്കിലും യൂറിനിൽ കൂടെ ആര് നഷ്ടപ്പെട്ടുകൊണ്ട് പോകും, വാട്ടർ നഷ്ടപ്പെട്ടുകൊണ്ട് പോകും അല്ലെ. സോ ബോത്ത് ഓഫ് ദീസ് കണ്ടീഷൻ ക്യാൻ ലീഡ് ടു എ കോംപ്ലക്സ് ഡിസോർഡർ ദാറ്റ് ഈസ് കോൾഡ് ഡയബറ്റിക് ഇൻസിപ്പിഡസ് അല്ലെ. ഇറ്റ് ഈസ് ആക്ച്വലി ദ ലോസ് ഓഫ് വാട്ടർ ത്രൂ യൂറിൻ അല്ലെ. യൂറിനിൽ കൂടെ വെള്ളം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയാണ് നമ്മൾ എന്താണ് ഡയബറ്റിക് ഇൻസിപ്പിഡസ് എന്ന് പറയുക. ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഡെഫിഷ്യൻസി ഓഫ് ആരാണ്, വാസോപ്രസിൻ. അപ്പൊ ഡെഫിഷ്യൻസി വരാൻ രണ്ട് റീസൺ ആണ്. ഏതർ ദ ലാക്ക് ഓഫ് സെക്രീഷൻ ഓഫ് ദി ഹോർമോൺ അല്ലെ, ഒന്നുകിൽ ആ ഹോർമോൺ ആവശ്യത്തിന് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, ഓർ ഇറ്റ് ഈസ് നോട്ട് റിലീസ്ഡ് ഫ്രം ദി പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ആൾ ഇയാൾ റിലീസേ ചെയ്യുന്നില്ല. അപ്പൊ ഇതിൽ ഏത് കണ്ടീഷൻ വന്നിരുന്നാലും ഇറ്റ് ക്യാൻ ലീഡ് ടു ലോസ് ഓഫ് വാട്ടർ ത്രൂ യൂറിൻ. ദാറ്റ് ഈസ് കോൾഡ് ആരാണ്, ഡയബറ്റിക് ഇൻസിപ്പിഡസ് അല്ലെ. സോ ദ ഡിസോർഡർ റിലേറ്റഡ് വിത്ത് വാസോപ്രസിൻ, വാസോപ്രസിനുമായി റിലേറ്റ് ചെയ്തുള്ള ഡിസോർഡർ ആണ്. അല്ലെ. അപ്പൊ ഡയബറ്റിക് ഇൻസിപ്പിഡസ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോസ് ഓഫ് വാട്ടർ ത്രൂ യൂറിൻ ഡ്യൂ ടു ദ ഡെഫിഷ്യൻസി ഓഫ് ADH അല്ലെ, അല്ലെങ്കിൽ വാസോപ്രസിൻ, വാസോപ്രസിന്റെ ഡെഫിഷ്യൻസി കൊണ്ട് സംഭവിക്കുന്നതാണ്. സോ ആൻ ഇമ്പയർമെന്റ് അഫക്റ്റിംഗ് രണ്ട് പോസിബിലിറ്റി ആണ്. ഒന്ന് സിന്തസിസ് അല്ലെ, ഓർ രണ്ടാമത്തത് ഏതാണ്, റിലീസ് ഓഫ് വാസോപ്രസിൻ.
അപ്പൊ സിന്തസിസ് എന്ന് പറഞ്ഞാൽ ഓർത്തോളണം, സിന്തസിസ് ഫ്രം എവിടെയാണ്? ഹൈപ്പോതലാമസ് അല്ലെ. ഹൈപ്പോതലാമസിൽ ADH പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ റിലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ നിന്നും? പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്ന് വാസോപ്രസിൻ അല്ലെങ്കിൽ ADH റിലീസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അല്ലെ. സോ ആൻ ഇമ്പയർമെന്റ് അഫക്റ്റിംഗ് ദ സിന്തസിസ് ഓർ റിലീസ് ഓഫ് വാസോപ്രസിൻ അല്ലെ. ഇറ്റ് ലീഡ്സ് ടു diminished ability of kidney to conserve water. അപ്പൊ കിഡ്നിക്ക് വാട്ടറിനെ സൂക്ഷിക്കാൻ അല്ലെങ്കിൽ റീഅബ്സോർവ് ചെയ്യാനുള്ള കഴിവ് അങ്ങ് നഷ്ടപ്പെട്ടു പോവാണ് അല്ലെ. ഡിമിനിഷ്ഡ് എബിലിറ്റി ഓഫ് കിഡ്നി ടു കൺസർവ് വാട്ടർ. അപ്പൊ കിഡ്നിയിൽ നിന്നും മാക്സിമം വാട്ടറിനെ റീഅബ്സോർവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് പോകും അല്ലെ. That lead to loss of water. It results in loss of water or dehydration അല്ലെ. ത്രൂ ഏതാണ്? യൂറിൻ. യൂറിനിൽ കൂടെ വെള്ളം നഷ്ടപ്പെട്ടു പോകുന്നു അല്ലെ. This disorder is called diabetic insipidus. ഇതിനെയാണ് ശരിക്കും നമ്മൾ ആരാന്ന് പറയാ? ഡയബറ്റിക് ഇൻസിപ്പിഡസ് എന്ന് പറയാം. അപ്പൊ ഓർത്തിരിക്കേണ്ടത് ഡയബറ്റിക് ഇൻസിപ്പിഡസ് ക്യാൻ റിസൾട്ട് ഫ്രം ഏതൊക്കെ സാഹചര്യത്തിൽ ഡയബറ്റിക് ഇൻസിപ്പിഡസ് വരാം? ഒന്ന് എന്താണ്? സിന്തസിസ് അല്ലെ. ആവശ്യത്തിന് ഹൈപ്പോതലാമസിൽ ഇതിന്റെ പ്രൊഡക്ഷൻ സംഭവിക്കുന്നില്ല. രണ്ടാമത്തത് റിലീസ്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്ന് ഇത് റിലീസ് ചെയ്യുന്നില്ല. ഇതിൽ രണ്ടിൽ ഏത് ഓപ്പറേറ്റ് ചെയ്തിരുന്നാലും ബോത്ത് ഓഫ് ദീസ് ക്യാൻ ലീഡ് ടു ഡയബറ്റിക് ഇൻസിപ്പിഡസ്. ഇതിൽ രണ്ട് ഏത് സാഹചര്യമാണെന്നുണ്ടെങ്കിലും 100% ഉറപ്പാണ് ആളിലേക്ക് ഏത് സംഭവിക്കും? ഡയബറ്റിക് ഇൻസിപ്പിഡസ് വരാൻ കാരണമായി തീരും എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇത്ര ആവുമ്പോൾ നമ്മള് നമ്മുടെ രണ്ടാമത്തെ എൻഡോക്രൈൻ ഗ്ലാൻഡും കഴിഞ്ഞു. ദാറ്റ് ഈസ് ദി സെക്കൻഡ് വൺ. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് അല്ലെ. ഫസ്റ്റ് വൺ ഹൈപ്പോതലാമസ് കംപ്ലീറ്റ് ചെയ്തു. നൗ സെക്കൻഡ് വൺ ദാറ്റ് ഈസ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഈസ് ഓവർ. അല്ലെ. നെക്സ്റ്റ് ഇതേ കണക്ക് ഡിവിഷൻ വെച്ച് ഹോർമോൺ പഠിക്കാനായിട്ടുള്ളത് നമ്മുടെ അഡ്രിനൽ ഗ്ലാൻഡ് ആണ്. അപ്പൊ അതുകൂടെ പറഞ്ഞിട്ട് സിമ്പിൾ ആയിട്ടുള്ള ബാക്കിയുള്ള ഗ്ലാൻഡുകളിലേക്ക് പോകും. സോ പറഞ്ഞു പോയത് ഏതെങ്കിലും വീണ്ടും പറയേണ്ട ആൾക്കാരുണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ പറയാം. അപ്പൊ വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, ഓരോ സെന്റൻസും അതിന്റെ ഡെപ്ത് മനസ്സിലാക്കി തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു വെക്കുക. പിന്നെ ആൻസർ ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ കിട്ടിയ ഉടനെ ഒരിക്കലും കമ്മിറ്റ് ചെയ്യരുത്. ഞാൻ ഈ പറഞ്ഞതുപോലെ ആദ്യമേ നമ്മളെ കബളിപ്പിക്കാൻ വേണ്ടി ഓപ്ഷന്റെ ഫസ്റ്റ് പാർട്ടിലെ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ആൻസറും ഏറ്റവും അവസാനമായിരിക്കും അൺഫെമിലിയർ ആയിട്ടുള്ള ആൻസറും കിടക്കുന്നത്. അപ്പൊ അതുകൂടെ ചെക്ക് ചെയ്തതിന് ശേഷം ഓപ്ഷൻസ് സെലക്ട് ചെയ്യാവും. അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. ഒരു ക്വസ്റ്റ്യൻ കിട്ടി, അതിന്റെ ക്വസ്റ്റ്യൻ കണ്ട ഉടനെ ആദ്യത്തെ സെന്റൻസ് വായിച്ചു അത് തന്നെയാണ് ആൻസർ എന്ന് പറഞ്ഞു ഉടനെ ബബിൾ ചെയ്ത് വെച്ചു അല്ലെ. അങ്ങനെ ഒരിക്കലും കമ്മിറ്റ് ചെയ്യരുത്. ആ ക്വസ്റ്റ്യൻ വായിക്കുന്നു, ക്വസ്റ്റ്യന്റെ 4 ഓപ്ഷനും വായിച്ച് 4 ഓപ്ഷനിൽ പിന്നെ അതിന്റെ ഓപ്ഷനിൽ ഏതിന് പോസിബിലിറ്റി ഉണ്ട് എന്നുള്ള ചെയ്തിട്ടേ ഫൈനലൈസ് ചെയ്യാവൂ ആൻസർ. പിന്നെ നമ്മുടെ ഈ കെമിക്കൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷനിൽ സ്ഥിരം വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു 3 കോളം ആണ് അല്ലെ. ആ 3 കോളത്തിൽ ഒരിടത്തൊരു ഗ്ലാൻഡ്, ഒരിടത്തൊരു ഹോർമോണിന്റെ പേര്, ഒരിടത്തൊരു ഫംഗ്ഷൻ. അപ്പൊ ഇതിനെ തമ്മിൽ മാച്ച് ചെയ്യാന്നുള്ളതാണ് സ്ഥിരം വരുന്നത്. അല്ലെങ്കിൽ ഇതേ കണക്ക് 3 ഗ്ലാൻഡ്, അതിന്റെ ഡെഫിഷ്യൻസി ഡിസോർഡേഴ്സ് കാണും അല്ലെ. ഇപ്പൊ തൈറോയിഡ് കൊണ്ട് ഡെഫിഷ്യൻസി വരുന്നത്, അഡ്രിനൽ ഗ്ലാൻഡ് ഡെഫിഷ്യൻസി വരുന്നത്, അല്ലെങ്കിൽ പിന്നെ അടുത്ത ആള് നമ്മളിപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ വാസോപ്രസിന്റെ ഡെഫിഷ്യൻസി ഇല്ലേ. അപ്പൊ ആ ഡിസോർഡേഴ്സ് മാച്ച് ചെയ്യാൻ അപ്പൊ അങ്ങനെയൊക്കെ ഓർത്തു വച്ചിരിക്കുക. പഠിക്കാൻ നേരത്ത് ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്ത് പഠിക്കരുത്. സ്കിപ്പ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ
കഴിഞ്ഞു. നമ്മൾ പിന്നെ ബയോളജിയുടെ സ്കോറിംഗ് പോയി എന്നാണ്. അപ്പോൾ ബയോളജിയുടെ സ്കോറിംഗ് ഇല്ല എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളതിന്റെ ഫുൾ സ്കോർ വാങ്ങിച്ചാൽ പോലും ഒരു കാരണവശാലും നമുക്ക് കിട്ടത്തില്ല. ബയോളജിയുടെ 90 മുഴുവനും ആൻസർ ചെയ്യുക എന്നുള്ളതാണ് എയിം. ഇല്ലേ? അപ്പൊ ഇനി മൂന്നാമത്തെ എൻഡോക്രൈൻ ഗ്ലാൻഡ്, ദാറ്റ് ഈസ് ദി അഡ്രിനൽ ഗ്ലാൻഡ്. അപ്പൊ നമ്മുടെ കിഡ്നിയുടെ ഫിഗറുമായി വളരെ ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള വ്യക്തിയാണ് ആരാന്ന് പറയാം? അഡ്രിനൽ ഗ്ലാൻഡ് എന്ന് പറയും. അല്ലേ? നമുക്കറിയാം 1 പെയർ ഓഫ് കിഡ്നി ആണ് നമ്മുടെ എക്സ്ക്രീറ്ററി ഓർഗൻ. ഇങ്ങനെ 1 പെയർ കിഡ്നി അല്ലേ? അപ്പൊ ഈ കിഡ്നി നോക്കിക്കഴിഞ്ഞാൽ കിഡ്നിയുടെ മേളിലേക്ക് ഇങ്ങനെ ഫിഗർ കൊടുത്തിട്ട് ഒരു ട്രയാങ്കിളിന്റെ ആകൃതിയിൽ ഗ്ലാൻഡ് ഇങ്ങനെ പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്ലേ? അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന ആള് ദിസ് വൺ, ഈ മേളിലിരിക്കുന്ന 2 ആൾക്കാരും ആരാന്ന് പറയാം? അഡ്രിനൽ ഗ്ലാൻഡ് എന്ന് പറയാം. അല്ലേ? അപ്പൊ നമ്മുടെ ബോഡിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു പെയർ അഡ്രിനൽ ഗ്ലാൻഡ് ആണ് ഉള്ളത്. അല്ലേ? അപ്പൊ അത് പ്രീവിയസ് എഡിഷൻ ടെക്സ്റ്റുകളിൽ ടോപ്പ് ഓഫ് ഈച്ച് കിഡ്നി എന്നായിരുന്നു വന്നത്. ഇപ്പൊ അത് മാറ്റി അറ്റ് ദി ആന്റീരിയർ പാർട്ട് ഓഫ് ഈച്ച് ഓഫ് ദി കിഡ്നി. അല്ലെ? കിഡ്നിയുടെ മുൻവശത്തേക്കാണ് കാണപ്പെടുക എന്നുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുക എന്ന് പറയാം. അല്ലെ? സോ അവർ ബോഡി ഹാസ് 1 പെയർ ഓഫ് അഡ്രിനൽ ഗ്ലാൻഡ്. അല്ലെ? ഒരു പെയർ അഡ്രിനൽ ഗ്ലാൻഡ് ആണ് ഉള്ളത്. 1 അറ്റ് ആന്റീരിയർ പാർട്ട് ഓഫ് ഈച്ച് കിഡ്നി. അല്ലെ? ഓരോ കിഡ്നിയുടെയും ആന്റീരിയർ പാർട്ട് മുൻഭാഗത്തേക്കാണ് കാണപ്പെടുക എന്ന് പറയാം. ഇനി ഇതിന്റെ ഡിവിഷൻ ആണ്. ഇതിപ്പോ നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ട്രയാങ്കിൾ പോലെ ഇരിക്കുന്ന ഒരു സാധനം. അല്ലേ? ഈ ട്രയാങ്കിൾ പോലെ ഇരിക്കുന്ന ആളെ നോക്കിക്കഴിഞ്ഞാൽ അതിലിങ്ങനെ ലേയേഴ്സ് ഇങ്ങനെ ക്രമീകരിച്ച് ഇങ്ങനെ പോകും. അല്ലേ? അപ്പൊ ഇങ്ങനെ ലേയേഴ്സ് ക്രമീകരിച്ച് പോയി കഴിഞ്ഞാൽ ഉള്ളിലേക്ക് സെന്റർ ആയിട്ട് ഒരു ഭാഗമുണ്ട്, ഈ ഔട്ടർ ആയിട്ട് ഒരു ഭാഗമുണ്ട്. അല്ലേ? അപ്പം ഔട്ടർ ആയിട്ടുള്ള ആളെ നമ്മൾ കോർട്ടെക്സ് എന്ന് പറയും, ഏറ്റവും ഉള്ളിലേക്ക് ഇരിക്കുന്ന ആളെ മെഡുല്ല എന്നും പറയും. അല്ലെ? അങ്ങനെ 2 ഭാഗങ്ങളാണ് ഉള്ളതെന്ന് പറയാം. അല്ലെ? സോ ദ ഗ്ലാൻഡ് കൺസിസ്റ്റ് ഓഫ് 2 സോൺസ് അല്ലെങ്കിൽ 2 പാർട്സ് ഓഫ് ടിഷ്യൂസ് ആർ പ്രസന്റ്. 2 സ്ഥലങ്ങളിലായിട്ടാണ് ഇതിന്റെ ടിഷ്യൂസ് കാണപ്പെടുന്നത്. അല്ലെ? ഒന്ന് സെൻട്രലിൽ കാണപ്പെടുന്ന ആളും ഒന്ന് ഔട്ടർ ആയിട്ട് കാണപ്പെടുന്ന ആളും. അല്ലെ? സോ ദ ഗ്ലാൻഡ് കമ്പോസ്ഡ് ഓഫ് 2 ടൈപ്സ് ഓഫ് ടിഷ്യൂസ്. അല്ലെ? അപ്പൊ ഈ ഗ്ലാൻഡ്സിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2 തരത്തിലുള്ള ടിഷ്യൂസ് ആണ്. അല്ലെ? അപ്പം സെൻട്രലി ലൊക്കേറ്റഡ്, നടുക്കിരിക്കുന്ന ആൾ, ദാറ്റ് ഈസ് കോൾഡ് മെഡുല്ല. ഔട്ട്സൈഡ്, ദാറ്റ് ഈസ് ദി കോർട്ടെക്സ്. അല്ലെ? ഏറ്റവും ഉള്ളിലേക്ക് കേന്ദ്രമായിട്ട് നടുക്കിരിക്കുന്ന ആള്, ദാറ്റ് ഈസ് ദി കോർട്ടെക്സ്. അല്ലെ? ഈ ബാഹ്യമായി കാണപ്പെടുന്ന ആള്, ദാറ്റ് വൺ ഈസ് ദി മെഡുല്ല. അല്ലെ? സോ ദ ഗ്ലാൻഡ് കമ്പോസ്ഡ് ഓഫ് 2 ടൈപ്സ് ഓഫ് ടിഷ്യൂസ്. അല്ലെ? അപ്പം ഒന്നാമത്തെ ആള് സെൻട്രലി ലൊക്കേറ്റഡ് ടിഷ്യൂ ഈസ് കോൾഡ് അല്ലെ? നടുക്ക് കാണപ്പെടുന്ന ടിഷ്യൂവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെൻട്രലി ലൊക്കേറ്റഡ് ടിഷ്യൂ ഈസ് കോൾഡ് അഡ്രിനൽ മെഡുല്ല. സോറി ഞാൻ ഇവിടെ എഴുതിയത് തിരിച്ചാണ്. ഉൾഭാഗത്തുള്ളത് മെഡുല്ലയും ഔട്ടർ കോർട്ടെക്സും ആണ്. ഞാൻ എഴുതിയിരിക്കുന്നത് തിരിഞ്ഞുപോയി. മെഡുല്ല, ഔട്ടർ കോർട്ടെക്സ്. ഫിഗർ കറക്റ്റ് ചെയ്തോളൂ കേട്ടോ. അല്ലേ? സോ ദ സെൻട്രലി ലൊക്കേറ്റഡ് ടിഷ്യൂ ഈസ് കോൾഡ് മെഡുല്ല. അല്ലെ? അപ്പൊ നടുക്കുള്ള ആളെയാണ് നമ്മൾ മെഡുല്ല എന്ന് പറയുക. ആൻഡ് ഔട്ട്സൈഡ് ലൈസ് ദി അഡ്രിനൽ കോർട്ടെക്സ്.
അല്ലെ? അപ്പൊ പുറമേ ഉള്ള ആളാണ് ആരാന്ന് പറയാം? അഡ്രിനൽ കോർട്ടെക്സ് എന്ന് പറയാം. ഓക്കെ, അപ്പം അഡ്രിനൽ ഗ്ലാൻഡിന് രണ്ട് ഭാഗങ്ങളാണ് ഉള്ളത്. ഒന്ന് അഡ്രിനൽ ആണ്, അഡ്രിനൽ മെഡുല, ADRENALA ഉള്ള അഡ്രിനൽ മെഡുല. രണ്ടാമത്തെ ആള് ഔട്ട്സൈഡ് ലൈറ്റ്സ് ദി അഡ്രിനൽ കോർട്ടെക്സ്, അല്ലേ? അപ്പം ഏറ്റവും നടുക്ക് കേന്ദ്രമായിരിക്കുന്ന ആള് മെഡുല്ലയും ഔട്ടറായി കാണപ്പെടുന്ന ആള് കോർട്ടെക്സും, അല്ലെ? അപ്പൊ ഇങ്ങനെ രണ്ട് ഭാഗങ്ങളാണ് ഉള്ളത്. അപ്പൊ ഇത് നമ്മൾ എന്തിനാണ് കോർട്ടെക്സും മെഡുല്ല എന്ന് പഠിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കോർട്ടെക്സ് എന്ന് പറയുന്ന ആള്, കോർട്ടെക്സിൽ കാണുന്ന ടിഷ്യൂസ് എന്ന് പറയുന്ന ആൾ ഒരു എൻഡോക്രൈൻ ആണ്. മെഡുല്ലയിൽ കാണുന്ന ആൾക്കാരും എൻഡോക്രൈൻ ആണ്. കോർട്ടെക്സും മെഡുല്ലയും സെപ്പറേറ്റ് എൻഡോക്രൈൻ ആണ്. ഓരോരുത്തരും ഓരോ തരത്തിലുള്ള ടിഷ്യൂസിനെയാണ് പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറയാം, സോറി, ഹോർമോൺസിനെയാണ് പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറയാം. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് പഠിക്കുക എന്ന് പറയാം. ഓക്കെ, സോ ഒരു 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. കറണ്ട് പോയി, അപ്പൊ ഞാൻ ചേഞ്ച് ഓവർ ഒന്ന് കൊടുത്തിട്ട്, ഇല്ലെങ്കിൽ ഇപ്പൊ UPS ഓഫ് ആവും കേട്ടോ. ഒരു 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ സ്റ്റുഡൻസ്, അല്ലേ? അപ്പൊ നമ്മള് ഗ്ലാൻസും അതിന്റെ ഹോർമോൺസും ഒക്കെ ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ നമ്മുടെ അഡ്രിനൽ ഗ്ലാൻഡിന്റെ പ്രത്യേകത പറഞ്ഞു, അല്ലെ? അഡ്രിനൽ ഗ്ലാൻഡ് നോക്കിക്കഴിഞ്ഞാൽ അവർ ബോഡി ഹാസ് 1 പെയർ ഓഫ് അഡ്രിനൽ ഗ്ലാൻഡ്. ഒരു പെയർ അഡ്രിനൽ ഗ്ലാൻഡ് ആണ്. ദേ ആർ ലൊക്കേറ്റഡ് ടുവേഴ്സ് ദി ആന്റീരിയർ പാർട്ട് ഓഫ് ഈച്ച് കിഡ്നി, ഇല്ലേ?
ഓരോ കിഡ്നിയുടെയും ആന്റീരിയർ പാർട്ടിലാണ് ഇത് കാണപ്പെടുക എന്ന് പറഞ്ഞു ഇല്ലേ. ഇനി ആ ഗ്ലാൻഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ള 2 സ്ഥലങ്ങളിലായിട്ടാണ് ടിഷ്യൂസ് കാണപ്പെടുന്നത് അല്ലെ. ഒന്ന് അഡ്രിനൽ ഗ്ലാൻഡിന്റെ ഔട്ടർ റീജിയൻ, പുറമേ കാണപ്പെടുന്ന ഒരു ലെയർ പോലെ ഇരിക്കുന്ന ആണ്, ദാറ്റ് ഈസ് ദി കോർട്ടെക്സ് റീജിയൻ ഇല്ലേ. പിന്നെ അതിന്റെ ഉള്ളിലേക്ക് നടുക്ക് ഏറ്റവും കേന്ദ്രമായിരിക്കുന്ന ആണ്, ദാറ്റ് ഈസ് കോൾഡ് മെഡുല്ല. അങ്ങനെ 2 ഭാഗങ്ങളായിട്ടാണ് കാണപ്പെടുക എന്ന് പറയാം. അപ്പൊ നമ്മൾ ഇതിനെ കോർട്ടെക്സ് മെഡുല്ല എന്ന് പഠിക്കുന്നതിനുള്ള കാരണവും ഞാൻ പറഞ്ഞു. എന്താണ്? ദേ ആർ സെപ്പറേറ്റ് എൻഡോക്രൈൻ ടിഷ്യൂസ് അല്ലെ. രണ്ടുപേരും കൂടെ ചേർന്ന് ഒരേ തരത്തിലുള്ള ഹോർമോൺസിനെ അല്ല പ്രൊഡ്യൂസ് ചെയ്യുക. കോർട്ടെക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു കാറ്റഗറി ഹോർമോൺസും മെഡുല്ല പ്രൊഡ്യൂസ് ചെയ്യുന്നത് വേറൊരു കാറ്റഗറി ഹോർമോൺസ്. അതുകൊണ്ടാണ് നമ്മൾ അവരെ സെപ്പറേറ്റ് ചെയ്ത് പഠിക്കുക എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഇതിൽ ഓരോരുത്തരെയും നോക്കാം. അപ്പൊ മെഡുല്ല നമ്മൾ നോക്കുകയാണ് ഇല്ല, ഏറ്റവും ഉൾഭാഗം മെഡുല്ല നോക്കുക. അപ്പൊ മെഡുല്ല നോക്കിക്കഴിഞ്ഞാൽ മെഡുല്ല സെക്രീറ്റ് 2 ടൈപ്സ് ഓഫ് ഹോർമോൺസ് അല്ലെ. മെഡുല്ലയ്ക്കകത്ത് പ്രധാനമായും 2 തരത്തിലുള്ള ഹോർമോൺസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒന്ന് അഡ്രിനാലിൻ അല്ലെങ്കിൽ എപ്പിനെഫ്രൈൻ, രണ്ടാമത്തെ ആള് നോർ അഡ്രിനാലിൻ അല്ലെങ്കിൽ നോർ എപ്പിനെഫ്രൈൻ അല്ലെ. അപ്പൊ ഇതാണ് നമ്മുടെ നടുക്കുള്ള മെഡുല്ലയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് എന്ന് പറയാം അല്ലെ. സോ മെഡുല്ല സെക്രീറ്റ് 2 ടൈപ്സ് ഓഫ് ഹോർമോൺസ്. അല്ലെ. മെഡുല്ലയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2 തരത്തിലുള്ള ഹോർമോൺസ് ആണ് ഉള്ളതെന്ന് പറയാം. കോൾഡ് പേരുകൾ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അല്ലെ. അഡ്രിനാലിൻ, ഓർ ഇതിന് വേറൊരു പേരും കൂടെ ഉണ്ട്, ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് എപ്പിനെഫ്രൈൻ. അല്ലെ. രണ്ടാമത്തെ ആള് നോർ അഡ്രിനാലിൻ ഓർ നോർ എപ്പിനെഫ്രൈൻ. അല്ലെ. അപ്പൊ അഡ്രിനാലിൻ നിന്നും വേർതിരിഞ്ഞ ഒരു വ്യക്തിയാണ് നോർ അഡ്രിനാലിൻ. or another term nor epinephrine. INE ആണ്, നെഫ്രൈൻ ആണ് അല്ലെ. നോർ എപ്പിനെഫ്രൈൻ. അപ്പം നമ്മുടെ മെഡുല്ലയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന 2 ഹോർമോണുകളാണ്, ഒന്ന് അഡ്രിനാലിനും രണ്ടാമത്തെ ആള് നോർ അഡ്രിനാലിൻ അല്ലെങ്കിൽ നോർ എപ്പിനെഫ്രൈൻ അല്ലെ. അപ്പൊ ഈ 2 ഹോർമോൺസിനെയും നമ്മൾ കോമൺ ആയിട്ട് ഒരു പേര് വിളിക്കും. Together these hormones are called catecholamines അല്ലെ. അപ്പൊ കാറ്റക്കോളമൈൻസ് ഇൻക്ലൂഡ്, ആരൊക്കെയാണ് കാറ്റക്കോളമൈൻസ്? ആരൊക്കെയാണ്? ദേ ഇൻക്ലൂഡ് ഒന്ന് അഡ്രിനാലിൻ ഓർ എപ്പിനെഫ്രൈൻ, 2 നോർ അഡ്രിനാലിൻ ഓർ നോർ എപ്പിനെഫ്രൈൻ അല്ലെ. സോ ദേ ആർ കോൾഡ് ആസ്, ഇവർ രണ്ടുപേരെയും കൂടെ ചേർത്ത് വിളിക്കുന്ന പേരാണ് കാറ്റക്കോളമൈൻ എന്ന് പറയാം. ഇനി ഇവർക്കൊരു പ്രത്യേകതയുണ്ട് അല്ലെ. നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലുമൊക്കെ ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ എക്സാമ്പിൾ ഒരു പാമ്പിനെ കണ്ട് പേടിക്കുകയാണ്, അപ്പൊ നമ്മുടെ ബോഡിക്കകത്ത് കുറെ ആക്ടിവിറ്റീസ് നടക്കും അല്ലെ. all the activities are under the influence of these hormones produced during that particular time അല്ലെ. അപ്പൊ ആ ഒരു എമർജൻസി ടൈമിൽ നമ്മുടെ ബോഡിയിൽ നടക്കുന്ന ഈ ആക്ടിവിറ്റീസിനെല്ലാം കാരണം ആരാന്ന് പറയാം? ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ആണ് അല്ലെ. ഇപ്പൊ എക്സാമ്പിൾ പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ ഹാർട്ട് ബീറ്റ് കൂടുന്നു, ബോഡി ബ്ലഡ് പമ്പ് ചെയ്യുന്ന അളവ് കൂടുന്നു അല്ലെ, നമ്മുടെ റെസ്പിറേറ്ററി റേറ്റ് കൂടുന്നു, ബോഡിക്കകത്ത് ഗ്ലൂക്കോസിന്റെ അളവ് കൂടുന്നു, ഇതെല്ലാം നടക്കുന്ന ആക്ടിവിറ്റീസ് ആണ്. അപ്പൊ ഇതിനെല്ലാം നിയന്ത്രിക്കുന്നത് ഈ ഹോർമോൺസ് ആണ് അല്ലെ. അപ്പൊ ഇവിടെ പ്രത്യേകത ഇത്രയേ ഉള്ളൂ, ദേ ആർ പ്രൊഡ്യൂസ് ഇൻ അവർ ബോഡി ഡ്യൂറിങ് ആൻ എമർജൻസി സിറ്റുവേഷൻ ഓർ ഇൻ കേസ് ഓഫ് എനി സ്ട്രെസ് അല്ലെ. അപ്പൊ എന്തെങ്കിലും ഒരു അടിയന്തര സാഹചര്യം വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ട്രെസ് അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിലാണ് ഈ ഹോർമോൺസ് നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറയാം അല്ലെ. സോ ദ ഹോർമോൺ ഈസ് ഓൾസോ ടേംഡ് ആസ് ഹോർമോൺ ഓഫ് ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് ഇല്ല. അത് കാരണം ഈ ഹോർമോണിനെ നമ്മൾ എമർജൻസി ഹോർമോൺ എന്ന് വിളിക്കാറുണ്ട്, ഹോർമോൺ ഓഫ് ഫൈറ്റ് അല്ലെങ്കിൽ ഫ്ലൈറ്റ് എന്നൊക്കെ നമ്മൾ ഇവരെ വിളിക്കാറുണ്ടെന്ന് പറയാം അല്ലെ. സോ അഡ്രിനാലിൻ ആൻഡ് നോർ അഡ്രിനാലിൻ. അല്ലെ. അപ്പൊ ഏത് സാഹചര്യത്തിലാണ് ഇവർ നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുക? ദേ ആർ റാപ്പിഡ്ലി സെക്രീറ്റഡ് ഇൻ റെസ്പോൺസ് ടു അല്ലെ. വളരെ പെട്ടെന്നാണ് സെക്രീറ്റ് ചെയ്യുക. ദേ ആർ റാപ്പിഡ്ലി സെക്രീറ്റഡ് ഇൻ റെസ്പോൺസ് ടു അല്ലെ.
അപ്പോൾ ഞാൻ ഈ പറഞ്ഞ എന്തെങ്കിലും ഒരു എമർജൻസി കണ്ടീഷൻ അല്ലെങ്കിൽ സ്ട്രെസ് അങ്ങനെയുള്ള സാഹചര്യങ്ങളാണ്. സ്ട്രെസ് ഓഫ് എനി കൈൻഡ് ഇല്ലേ, എന്തെങ്കിലും ഒരു സ്ട്രെസ് വരുന്ന സാഹചര്യത്തിൽ. ആൻഡ് ഓൾസോ ഡ്യൂറിങ് എമർജൻസി സിറ്റുവേഷൻ. അല്ലെ, എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ. അല്ലെ, ഒരു എമർജൻസി കണ്ടീഷനിലാണ് ഇവര് പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറയാം. സോ കോൾഡ് ആസ് എമർജൻസി ഹോർമോൺസ്. ഇല്ലേ, അത് കാരണമാണ് ഇവരെ നമ്മൾ വിളിക്കുന്നത്. സോ കോൾഡ് ആസ് എമർജൻസി ഹോർമോൺ. അല്ലെങ്കിൽ വേറൊരു പേര് പറയും ഹോർമോൺ ഓഫ് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ്. ഇല്ലേ, ഒരു പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ റിയാക്ഷൻ പലതാണ്. ഒന്നുകിൽ ഒരു കമ്പെടുത്ത് അതിനെ തല്ലിക്കൊല്ലും, അല്ലേ, അല്ലെങ്കിൽ അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യും. അപ്പൊ അതൊക്കെയാണ്. സോ ഹോർമോൺ ഓഫ് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ്. അപ്പൊ ഓർത്തിരിക്കുക, ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ സെന്റൻസും എമർജൻസി ഹോർമോൺ, കാറ്റക്കോൾ അമൈൻസ്, എമർജൻസി ഹോർമോൺ, ഹോർമോൺ ഓഫ് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ്, അല്ലേ. അപ്പൊ ഇതെല്ലാം ആരാണ്? നമ്മുടെ അഡ്രിനാലിൻ അല്ലെങ്കിൽ എപ്പിനെഫ്രൈൻ, നോർ അഡ്രിനാലിൻ അല്ലെങ്കിൽ നോർ എപ്പിനെഫ്രൈൻ ആണെന്ന് പറയാം, അല്ലേ. അപ്പൊ നിർബന്ധമായും ഈ പേരുകളും ഇവര് തമ്മിലുള്ള റിലേഷനും ഓർത്ത് വച്ചിരിക്കുക, ഇല്ലേ. അപ്പൊ നമ്മൾ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. നമ്മുടെ മെഡുല്ല റീജിയൻ നോക്കി, ഇല്ലേ. മെഡുല്ല റീജിയൻ നോക്കിയപ്പോൾ മെഡുല്ലയിൽ 2 തരത്തിലുള്ള ഹോർമോൺസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഇല്ലേ. ഒന്ന് അഡ്രിനാലിൻ അല്ലെങ്കിൽ എപ്പിനെഫ്രൈൻ, രണ്ടാമത്തത് നോർ അഡ്രിനാലിൻ അല്ലെങ്കിൽ നോർ എപ്പിനെഫ്രൈൻ, ഇല്ലേ. ഇവരെ രണ്ടുപേരെയും കൂടെ ചേർത്ത് ടുഗദർ ദേ ആർ കോൾഡ് കാറ്റക്കോൾ അമൈൻസ്, ഇല്ലേ. പിന്നെ ഇവരുടെ അതർ നെയിംസ് ആണ്, മറ്റു പേരുകൾ. ഒന്നാമത്തത് ദേ ആർ പ്രൊഡ്യൂസ് ഇൻ കേസ് ഓഫ് എനി എമർജൻസി കണ്ടീഷൻ ഓർ ഇൻ റെസ്പോൺസ് ടു എനി സ്ട്രെസ്, സോ കോൾഡ് ആസ് എമർജൻസി ഹോർമോൺ. ഇറ്റ് ഈസ് ഓൾസോ ടേംഡ് ആസ് ദി ഹോർമോൺ ഓഫ് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ്, ഇല്ലേ. അപ്പൊ നമ്മുടെ ഹോർമോൺ ഓഫ് ഫൈറ്റ് അല്ലെങ്കിൽ ഫൈറ്റ് എന്ന് പറയുന്നതെല്ലാം ഈ പറയുന്ന ഹോർമോണുകളാണെന്ന് പറയാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ആരുമായി റിലേറ്റ് ചെയ്ത് വേണ്ടത്? നമ്മുടെ അഡ്രിനൽ ഗ്ലാൻഡിന്റെ മെഡുല്ലയുമായി റിലേറ്റ് ചെയ്ത് വേണ്ടതെന്ന് പറയാം, അല്ലെ. ഇനി ദീസ് ഹോർമോൺസ് വേർ ഓൾസോ കോൾഡ് മെഡുല്ലറി ഹോർമോൺസ് എന്നും പറയാറുണ്ട്. കാര്യം എന്താണ്? മെഡുല്ലയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് ഇവരെ നമ്മൾ ആരെന്നും വിളിക്കാറുണ്ട്? മെഡുല്ലറി ഹോർമോൺസ് എന്നും വിളിക്കാറുണ്ട്, അല്ലെ. So these hormones are also called medullary hormones. They are also called medullary hormones. അതിനുള്ള കാരണം എന്താണ്? As they are secreted by the medulla of adrenal gland. അല്ലെ. അപ്പൊ അഡ്രിനൽ ഗ്ലാൻഡിന്റെ മെഡുല്ലയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് ഇവരെ നമ്മൾ ആരാന്ന് പറയാ? മെഡുല്ലറി ഹോർമോൺസ് എന്ന് പറയുക. അപ്പൊ ഇനി ഇവരുടെ ഫങ്ഷൻസ് ആണ്, അല്ലെ. സോ ഫങ്ഷൻസ് ഓഫ് ദീസ് ഹോർമോൺസ്, ഇവരുമായി റിലേറ്റ് ചെയ്ത് ചെയിൻ ഓഫ് ഫങ്ഷൻസ്, ഒരു കൂട്ടം ഫങ്ഷൻസ് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്, അല്ലെ. എത്ര മണി വരെ ക്ലാസ്? എത്ര മണിയാ സാറ് പറഞ്ഞത്? പറഞ്ഞില്ല. അപ്പൊ നമുക്ക് ഇത് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, ഇതിന്റെ ഫംഗ്ഷൻ കൂടെ പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ. അപ്പൊ ഇതിന്റെ ഒരു 3-4 ഫംഗ്ഷൻസ് ഉണ്ട്, ഓരോ സെന്റൻസേ ഉള്ളൂ. അതുകൂടെ പറഞ്ഞ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം, അല്ലെ. സോ ഫങ്ഷൻസ് ഓഫ് ദീസ് ഹോർമോൺസ്. ഇല്ല, അപ്പൊ ഫങ്ഷൻസ് പഠിക്കാൻ നേരം നമ്മുടെ പെട്ടെന്നൊരു എമർജൻസി സാഹചര്യം ഉണ്ടാവുകയാണ്. അപ്പോഴേ നമ്മുടെ ബോഡിയിൽ എന്ത് ചേഞ്ച് ആണ് നടക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി, നമുക്ക് അറിയാൻ പറ്റും, അല്ലെ. അപ്പൊ അതുമായി റിലേറ്റ് ചെയ്താണ് ഈ പറയുന്ന കാര്യങ്ങൾ. ഫസ്റ്റ് വൺ, ഇറ്റ് ഇൻക്രീസസ് അലേർട്ട്നെസ്. ഇല്ലേ, ഒരു പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പേടിക്കുന്നു, അത് നമ്മളെ കടിക്കാതിരിക്കുന്നതിന് വേണ്ടി നമ്മൾ കുറെ കൂടെ അലേർട്ട് ആവും, ഇല്ലേ. പിന്നെ നമ്മൾ എന്ത് ചെയ്യാണ്? സെക്കൻഡ് വൺ,
പ്യൂപ്പിളറി ഡൈലേഷൻ ഇല്ല, പ്യൂപ്പിൾ ഡൈലേറ്റ്. അല്ലെ, നമ്മൾ സൂക്ഷ്മമായി എന്ത് ചെയ്യാൻ തുടങ്ങും, ആ ജന്തുവിനെ ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങും അല്ലെ. സോ പ്യൂപ്പിലറി ഡൈലേഷൻ. നെക്സ്റ്റ് വൺ പൈലോ ഇറക്ഷൻ ഇല്ലേ, ബോഡി ഹെയർ സ്റ്റാൻഡ് ഇറക്ട്സ് അല്ലെ. അപ്പൊ പൈലോ ഇറക്ഷൻ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഇറക്ഷൻ ഓഫ് ബോഡി ഹെയർസ്. നെക്സ്റ്റ് വൺ സ്വെറ്റിംഗ് അല്ലെ, പ്രൊഫ്യൂസ്, പെട്ടെന്ന് നമ്മൾ പേടിച്ചൊന്ന് വിയർക്കും. ഇനി അടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഏറ്റവും പ്രധാനമായിട്ട് നടക്കുന്നതാണ് നമ്മുടെ ഹാർട്ട് ബീറ്റ് റേറ്റ് അങ്ങ് കൂടുക അല്ലെ. സോ ബോത്ത് ഓഫ് ദീസ് ഹോർമോൺ ഇൻക്രീസസ് ദി ഹാർട്ട് ബീറ്റ് റേറ്റ്. അല്ലെ, രണ്ട് ഹോർമോൺ ആണെങ്കിലും നമ്മുടെ ഹാർട്ടിന്റെ ബീറ്റിംഗ് റേറ്റിനെ ഒന്ന് കൂട്ടുകയാണ് ചെയ്യുന്നത് അല്ലെ. സോ ബോത്ത് ഓഫ് ദീസ് ഹോർമോൺസ് ഇൻക്രീസസ് ദ ഹാർട്ട് ബീറ്റ് റേറ്റ്. അപ്പൊ ഹാർട്ട് ബീറ്റ് റേറ്റ് കൂടി കഴിഞ്ഞാൽ അതുമായി റിലേറ്റഡ് ആണ് നെക്സ്റ്റ് വൺ സ്ട്രെങ്ത് ഓഫ് കോൺട്രാക്ഷൻ ഓഫ് ഹാർട്ട് ആൻഡ് റേറ്റ് ഓഫ് റെസ്പിറേഷൻ. അല്ലെ, ഹാർട്ടിന്റെ ചേമ്പേഴ്സ് ചുരുങ്ങുന്നതിന്റെ സ്ട്രെങ്ത് കൂടുകയാണ്. സ്ട്രെങ്ത് ഓഫ് ഹാർട്ട് കോൺട്രാക്ഷൻ and also the rate of respiration. ഇനി ഇവരുടെ അടുത്ത ജോലി ഈ കാറ്റക്കോളമൈൻസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ മെഡിലറി ഹോർമോൺസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ they stimulate the breakdown of glycogen in our body അല്ലെ. നമ്മുടെ ബോഡിയിൽ നമ്മൾ ആഹാരം കഴിച്ചു കഴിയുമ്പോൾ ഗ്ലൂക്കോസ് ഉണ്ടാവും. ആ ഗ്ലൂക്കോസ് എക്സസ് ആയിട്ടുള്ളത് ഗ്ലൈക്കോജൻ ആയിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ് അല്ലെ. അപ്പൊ ആ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ തിരിച്ച് ഗ്ലൂക്കോസ് ആക്കി മാറ്റും. അപ്പൊ നമ്മൾ ഗ്ലൂക്കോസ് ആയി മാറുന്നത് കാരണം നമ്മുടെ ബ്ലഡിലെ ഗ്ലൂക്കോസ് ലെവൽ കൂടും അല്ലെ. ഇപ്പൊ എക്സാമ്പിൾ എന്ന് വെച്ചാൽ ഒരു ആക്സിഡന്റ് പറ്റിയ ഒരു വ്യക്തി അല്ലെ, ആക്സിഡന്റ് പറ്റിയ ആളെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ട് അയാളുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഉറപ്പാണ് അയാളുടെ ഗ്ലൂക്കോസ് ലെവൽ കൂടുതലായിരിക്കും അല്ലെ. അപ്പൊ അത് ഈ പറയുന്ന ഹോർമോണിന്റെ ആക്ഷനുമായി റിലേറ്റ് ചെയ്താണ് അല്ലെ. സോ കാറ്റക്കോളമൈൻസ് ഓൾസോ സ്റ്റിമുലേറ്റ് അല്ലെ, കാറ്റക്കോളമൈൻസ് they also stimulate breakdown of glycogen അല്ലെ. ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആയിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ് അല്ലെ. സ്റ്റിമുലേറ്റ് ദ ബ്രേക്ക് ഡൗൺ ഓഫ് ഗ്ലൈക്കോജൻ. അപ്പൊ ഗ്ലൈക്കോജൻ കൺവേർട്ട് ചെയ്ത് ആരായി മാറി, ഗ്ലൂക്കോസ് ആയി മാറി അല്ലെ. സോ റിസൾട്ടിങ് ഇൻ ആൻ ഇൻക്രീസ്ഡ് ലെവൽ ഓഫ് ഗ്ലൂക്കോസ് ഇൻ ദി ബ്ലഡ്. സോ റിസൾട്ടിങ് ഇൻ ആൻ ഇൻക്രീസ്ഡ് ഇതാണ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ. അപ്പൊ ബ്ലഡിലെ ഗ്ലൂക്കോസ് ലെവൽ ഒന്ന് കൂടി. പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ട്, they also stimulate the breakdown of lipids and proteins in our body. അല്ലെ, അപ്പൊ ലിപ്പിഡ്സിന്റെയും പ്രോട്ടീൻസിന്റെ ഒക്കെ ബ്രേക്ക് ഡൗണിന് ഇയാള് സഹായിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഏതുമായി റിലേറ്റ് ചെയ്ത് പറയുക, നമ്മുടെ കാറ്റക്കോളമൈൻസ് അല്ലെങ്കിൽ മെഡിലറി ഹോർമോൺസ് അല്ലെങ്കിൽ അഡ്രിനാലിൻ നോർ അഡ്രിനാലിൻ അല്ലെങ്കിൽ എപ്പിനെഫ്രൈൻ നോർ എപ്പിനെഫ്രൈൻ ഇവരുമായി റിലേറ്റ് ചെയ്ത് പറയാം അല്ലെ. അപ്പൊ ഇവരുമായി റിലേറ്റ് ചെയ്ത് കുറെ പേരുകൾ പഠിച്ചു. ഒന്ന് മെഡിലറി ഹോർമോൺസ് പറഞ്ഞു, രണ്ട് കാറ്റക്കോളമൈൻസ് പറഞ്ഞു, മൂന്ന് എമർജൻസി ഹോർമോൺസ് എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഇവരുടെ എല്ലാം ഫംഗ്ഷൻ ഞാൻ ഈ പറഞ്ഞ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ. ഒരെണ്ണം എന്ന് പറയുന്നത് നമ്മുടെ അലേർട്ട്നെസ്, ഇറ്റ് ഇൻക്രീസസ് അലേർട്ട്നെസ്, പ്യൂപ്പിലറി ഡൈലേഷൻ, പൈലോ ഇറക്ഷൻ, സ്വെറ്റിംഗ് എക്സെട്ര അല്ലെ. അതിന് പുറമെ ഏറ്റവും പ്രധാനമായിട്ട് പ്രോമിനന്റ് ആയി നടക്കുന്ന ചേഞ്ചസ് ആണ് പിന്നീട് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഹാർട്ട് ബീറ്റ് റേറ്റ് കൂടും അല്ലെ.
strength of the heart contraction, rate of respiration increases. They also stimulate the breakdown of glycogen, resulting in an overall increase in the blood glucose level. അല്ലെ, ബ്ലഡില് ഗ്ലൂക്കോസിന്റെ അളവ് ക്രമാതീതമായി കൂടുകയാണ്. പിന്നെ they also stimulate the breakdown of lipids and proteins. അല്ലെ, അപ്പൊ ഇത്രയും ആക്ടിവിറ്റീസ് ഒക്കെ നടക്കാൻ നേരത്ത് ബോഡിക്കകത്ത് എനർജി റിക്വയർമെന്റ് കൂടുതലാണ്. അതൊക്കെ കൊണ്ടാണ് ഈ പറയുന്ന ആൾക്കാരുടെ എല്ലാം ബ്രേക്ക് ഡൗൺ സംഭവിക്കുക എന്ന് പറയാം. അപ്പൊ ഇതിൽ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞത് ഗ്രൂപ്പ് ഓഫ് ഫംഗ്ഷൻസ് ആർ ഗിവൺ. ഒരു കൂട്ടം ഫംഗ്ഷൻസ് തന്നിട്ടുണ്ടായിരുന്നു. കുറെ ഫംഗ്ഷൻസ്, ഒരു 8 or 10 ഫംഗ്ഷൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് from this you have to find out which among the following are the functions of this medullary hormones. ഇല്ലേ, മെഡുലറി ഹോർമോൺസിന്റെ ഫംഗ്ഷൻസ് ഏതൊക്കെയാണ്? അപ്പൊ അതിൽ 1 മുതൽ 10 വരെ ഉണ്ടായിരുന്നു. പിന്നെ ഓപ്ഷൻസ് ആണ് 1, 2, 5, 6 ആർ കറക്റ്റ് ആണ്, അല്ലെങ്കിൽ 3 and 4 only, അങ്ങനെ കുറെ ഓപ്ഷൻസും ആയിരുന്നു. അപ്പൊ ആ ഓപ്ഷൻസ് ഏതാന്നുള്ളത് സെലക്ട് ചെയ്യാൻ വേണ്ടിയായിരുന്നു വന്നത് കേട്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഓരോന്ന് പഠിക്കാൻ നേരത്തും നിർബന്ധമായും അതിന്റെ പേരുമായി റിലേറ്റ് ചെയ്തുള്ള എല്ലാ ഫംഗ്ഷൻസ് ഈച്ച് ആൻഡ് എവരി വൺ നിർബന്ധമായും അറിഞ്ഞിരിക്കുക കേട്ടല്ലോ. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്ത് പഠിക്കരുത്. അപ്പോൾ വായിച്ച് നോക്കുക. എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ട്, വീണ്ടും പറയേണ്ട ടോപ്പിക് ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് അതൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് അടുത്തത് തുടങ്ങാം കേട്ടല്ലോ. ഒത്തിരി സമയമുണ്ട്, 8 മാസം കിട്ടും. അപ്പോൾ അതുകൊണ്ട് വളരെ സാവകാശം പോയാൽ മതി. വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത് നല്ലതുപോലെ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്ത് പഠിക്കരുത്. അതാണ് ഏറ്റവും പ്രധാനമായി പറയാനായിട്ടുള്ളത്. പിന്നെ നമ്മുടെ ആ സ്പിരിറ്റ് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകരുത്. നമുക്ക് ആ ഒരു റാങ്കിൽ കയറി പറ്റണം എന്നുള്ള ഒരു ചിന്തയോട് കൂടി തന്നെ പഠിക്കുക. ഓക്കെ, so we will stop here. So we will continue in the next class. ഇല്ല, അപ്പൊ ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ കോർട്ടെക്സ് മുതലുള്ളതാണ് പഠിക്കുക. ഓക്കെ, Thank you, sir. ഓക്കെ, Thank you, sir. ഓക്കെ, then welcome. Okay, thank you, sir. Okay, then welcome. Okay.